أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله فخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة وكل ضلالة في النار اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فاعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا صدق الله مولانا العظيم الحمد لله ثم الحمد لله الحمد لله ثم الحمد لله الحمد لله رب العالمين على ما كان يلهمنا الحمد لله ആദരണീയരായ ഉലമാക്കളെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ചാലപ്പുറം ജാമിഅ ഫലാഹിയ വിദ്യാർത്ഥി സംഘം മസ്ലക്കുൽ ഫലാഹ് സംഘടിപ്പിച്ച വാഴ്ന്ന പരമ്പരയുടെ രണ്ടാം ദിവസമാണ്. പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനം ബഹുനിരാമന കളരിപ്പറമ്പത്ത് ഇബ്രാഹിം ഹാജിയുടെ ഏറ്റവും ഉദാരമായ സദഖയും സംഭാവനയും മഹാനരായ ശംസുലമാക്കുന്നവരിൽ അർപ്പിക്കുകയും ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാരുടെ ആശീർവാദത്തോടുകൂടി നമ്മുടെ ഫലാഹിയ ഹയ്യാച്ചിയിൽ ചാലപ്പുറം മാറ്റപ്പെടുകയും ചെയ്തു. ഇവിടെ പഠിക്കുന്നവരുന്ന പിരിഞ്ഞു പോയതുമായ സന്തതികൾ തീർച്ചയായും കളരിപ്പറമ്പത്ത് ഇബ്രാഹിം ഹാജിയുടെ സന്തതികൾ. അവരെ സ്മരിക്കാതെയും അവരെ മറക്കാതെയും നമുക്കൊരു പരിപാടി നടത്താൻ സാധിച്ചു.
അതുപോലെ അതിൻ്റെ അധ്വാനിച്ച ഒട്ടനവധി നാട്ടിൻ്റെ നേതാക്കന്മാർ, കാടൻ മഹാമഹോലത്തെ ഉലമാക്കൾ, അത്തരം ഇതിനു വേണ്ടി അധ്വാനിച്ച് സഹായിച്ച് സഹകരിച്ച് മൺമറഞ്ഞു പോയി റബ്ബിൻ്റെ ബർസഖിൽ കഴിയുന്നവരുടെ ഭാരത്തിലുള്ള രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഖ്റവിയുമായ നമ്മുടെ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന രൂപത്തിലാക്കി തരുമാറാവട്ടെ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു വേദി ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അന്നെനിക്ക് നൽകപ്പെട്ട വിഷയം വൈവാഹിക ജീവിതം എന്നതായി. അറിവിൻ്റെ പരിധിയിൽ നിന്ന് കുറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്നത് സമൂഹത്തിൻ്റെ മുന്നിൽ അല്പമൊക്കെ അന്ന് പറഞ്ഞത് ഓർക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈവാഹിക ജീവിതത്തിൻ്റെ വിഷയങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു പുതിയ തൻ്റെ ഇണയുമായി കണ്ടുമുട്ടുന്ന ആദ്യത്തെ രാത്രിയിലെ സംബോധന അതുവരെ പറഞ്ഞെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ആ വൈവാഹികത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന സുന്ദരമായ ഒരു കുടുംബ ജീവിതത്തെ പടുത്തെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന വിഷയം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുന്ന ഉദ്ദേശത്തിലാണ് ഇന്നത്തെ എൻ്റെ വിഷയത്തിൻ്റെ തുടക്കമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ومن كل شيء خلقنا زوجين. എല്ലാ വസ്തുക്കളിലും നാം ഇണകളെ പഠിച്ചു. ജീവജാലങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റു വസ്തുക്കളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ പഠിച്ചിട്ടുണ്ട്. ജോഡുകൾ എന്നാണല്ലോ അതിന് നമ്മൾ പറയുന്നത്. താഴെ അതിനൊരു മുന്നിലുണ്ട്, പിന്നിൽ അതിനൊരു മുന്നുണ്ട്, ഇടത്ത് അതിനൊരു വലത്തുണ്ട്, നെഗറ്റീവിന് ഒരു പോസിറ്റീവ്, പെണ്ണിന് ആണുണ്ട്. ഇങ്ങനെ ഏതൊരു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഇണകളെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇണകളെ പഠിച്ചിട്ടുണ്ട്. മനുഷ്യരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സംവിധാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായും അറിയാവുന്നതും ബോധ്യപ്പെടുന്ന വിഷയവും ഇണകൾ എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ ഇണകൾ എന്ന പദം തന്നെയാണ് അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുന്നത്. ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അല്ലെങ്കിലും സാധാരണഗതിയിൽ നമ്മളത് ഉപയോഗിക്കാറില്ല. അത് മറ്റ് മതാചാരപ്രകാരമുള്ള ഭാഷയിൽ
നാം കടമെടുക്കേണ്ടതും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന വിഷയവും പദവും ഭരിക്കുന്നവരും ഭരിക്കപ്പെടപ്പെടുന്നവളും എന്ന അർത്ഥത്തിനല്ല യഥാർത്ഥത്തിൽ നാം ആ പദം ഉപയോഗിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകൾ എന്ന് തന്നെയാണ് സൗജത്ത് എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇണകൾ ചേർന്നുകൊണ്ടുണ്ടാകുന്ന കുടുംബജീവിതം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ശരിയായ അർത്ഥത്തിലും അല്ലലും അലട്ടമില്ലാതെ പ്രയാസകരമല്ലാത്ത സൗഖ്യവും സന്തോഷവുമായ ഒരു ജീവിതം അതേത് രൂപത്തിലാണ് അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശരീഅത്തുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ദീൻ വളരെ വ്യക്തമായ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെയും അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ പ്രയാസമില്ലാത്ത ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. അത് മാത്രമാണ് അതിന്റെ മാർഗമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മുൻകാലങ്ങളിൽ പോലെയല്ല ഇന്ന് അണുകുടുംബ ജീവിതങ്ങൾ, കൂട്ടുകുടുംബ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് അണുകുടുംബമായി ജീവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയത്തിന് വലിയ കാലിക പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ സംഘാടകർ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കി. മുമ്പ് വലിയപ്പടക്കമുള്ള ആളുകൾ ഒന്നിച്ച് 10-20 ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് കല്യാണം കഴിക്കുന്നതിന് മുൻപ് വീടുണ്ടാക്കി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. വഴതിലൂടെയും മറ്റും കുടുംബജീവിതത്തെക്കുറിച്ചും ഹുഖൂഖുൽ സൗജൈൻ എന്ന അന്നൊക്കെ നാട്ടിൽ പറയാം. ഹുഖൂഖുൽ സൗജൈൻ, ഇണകൾ തമ്മിലുള്ള ബാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് അന്ന് വലിയ വായനമാണ്. അന്ന് വഴതിന്റെ കൂടെ തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. ഉമ്മയും ബാപ്പയും ഒന്നിച്ച് ജീവിക്കുമ്പോ മൂത്ത മക്കള് അവരുടെ ജീവിതം കണ്ടുപിടിക്കും. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പരസ്പരം സംസാരിക്കുന്നത്. ഇത് മൂത്ത മക്കൾ കണ്ടുപിടിക്കുകയും അവരുടെ ജീവിതം അതിനെ അനുകരിച്ച് തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് നാം പലപ്പോഴും മനസ്സിലാക്കിയതുപോലെ പേര് വിളിക്കാതെയായിരുന്നു അന്ന് ആളുകൾ പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പരിചയമുള്ള ഒരു വിളിയാണ് മക്കളെ. എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷമാണ് വിളിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിളിക്കുന്ന ആ വിളി ഓമനത്വമുള്ള എന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങൾ അതിനുള്ള പ്രത്യുത്തരം നൽകുന്നത് ലേ എന്ന്. ലേ എന്ന് പറഞ്ഞാൽ ലബ്ബൈക വസഅദൈക. ഇതാ ഞാനിതാ നിങ്ങൾ വിളിക്കുന്നിടത്ത് സന്നിധയാണ് എന്ന് ഈ രണ്ട് പദപ്രയോഗം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമായി ആ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ആ പുറത്തു വരുന്ന ആ സുന്ദരമായ ആ വിളിയുടെ പ്രത്യുത്തരം പേര് വിളിക്കുകയില്ല.
ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഉപ്പാന്നേ ഉമ്മ പറയൂ, മറ്റു പേര് വിളിച്ച് പരിചയപ്പെടുത്തുകയില്ല. ഈ രൂപത്തിൽ നിന്ന് നമ്മുടെ മൂത്ത മക്കൾ മനസ്സിലാക്കി അവരോടൊപ്പം ജീവിക്കുന്ന ഇളയ മക്കള് അത് പഠിച്ച് ശരിയായി വരുമ്പോഴേക്ക് മൂത്ത മക്കള് ഒരു 5-10 വർഷം ഉമ്മാന്റെ കൂടെയും ബാപ്പാന്റെ കൂടെയും ഒന്നിച്ച് താമസിച്ച് പിരിഞ്ഞ് 10 വർഷം അവർ നടപ്പിൽ വരുത്തിയിരിക്കുന്ന ആ ജീവിതം സുന്ദരമായി അവർ കൊണ്ടു നടക്കുകയാണ്. ഈ രൂപത്തിൽ നിന്ന് മാറിയിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു വീട് എന്ന പ്രത്യയശാസ്ത്രവുമായി അല്ലെങ്കിൽ മുദ്രാവാക്യവുമായിട്ടാണ് നമുക്ക് ഇന്ന് വിവാഹത്തിലേക്ക് തന്നെ ഒരുമ്പെടുന്നത്. ഈ സമയത്ത് ഇത്തരം വിഷയത്തിന് കാലിക പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അലങ്കോലപ്പെടുമെന്ന് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുകയും പൊട്ടലും ചീറ്റലുമായി കുടുംബജീവിതം ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഇന്നെത്തിച്ചേരുകയാണ്. ഒരുപാട് വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ചുറ്റുപാട് സ്വന്തം അനുഭവത്തിലാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, അവരോടെങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇതിന്റെ ഒരു തുടക്കം കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും കെട്ടുറപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യോത്പത്തിക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് ആദ്യപിതാവായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നു. ആ പടച്ച ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രധാന ആസ്തിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇണയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ പടക്കുന്നത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെയും അല്ലാഹുവിന്റെ ആസ്തിക്യത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളവരാണെന്നതിന്റെയും ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക്. നിങ്ങളുടെ സ്വന്തത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇണകളെ പടച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? ലിതസ്കുനൂ ഇലൈഹാ, സുന്ദരമായ കുടുംബജീവിതത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട്, രാത്രികാലങ്ങളിൽ ചൂടാൻ വേണ്ടിയിട്ട്, സ്വൈര്യമായ ഒരു ജീവിതത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനായ ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വശരീരത്തിൽ നിന്ന് തന്നെ അതിന്റെ ബന്ധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അല്ലാതെ ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ച അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വ റളിയല്ലാഹു അൻഹയെ പടക്കാൻ കഴിവില്ലാത്തതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ലല്ലോ. അല്ലാഹു തആല ഒരു സ്വന്തം പറയുകയല്ലേ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നത്? ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, സ്നേഹവും താൽപര്യവും ഇഷ്ടവും. ഒരു ഭാര്യ ഭർത്താവിനുള്ള സ്നേഹത്തിനാണ് മവദ്ദ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ വദൂദ് അൽ-വദൂദ് വദൂദ് മവദ്ദത്ത്, സ്നേഹമുള്ള പിരിശം വെക്കുന്ന ഭർത്താവിനോട് ഇഷ്ടം വെക്കുന്ന അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പദം അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന മവദ്ദത്തിൽ തന്നെയാണ്. യാതൊരു അർത്ഥവ്യത്യാസവുമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്തിയിരിക്കുന്ന പദപ്രയോഗം
പരസ്പരം സ്നേഹിക്കുന്ന പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ആ മമത്വത്തെ കൊണ്ട് നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബ ജീവിതത്തിന്റെ ചിട്ടയും അതിന്റെ സന്തോഷകരമായ അവസ്ഥയും യഥാർത്ഥത്തിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നത് എന്ന് എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കി. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണ്, പൗരുഷമുള്ള തികഞ്ഞ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി പടച്ചു. 100 കൊല്ലമാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ മനുഷ്യ രൂപത്തിൽ മുജവ്വഫായ ജൗഫുള്ള ഉള്ളുള്ള അകത്തളമുള്ള ഒരു വസ്തുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിൽ കിടക്കുന്നത് 100 വർഷം. 100ാമത്തെ വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിലേക്ക് റൂഹ് സംഘടിപ്പിക്കുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഫുടം ചെയ്തെടുത്തിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയും ആദം നബി അലൈഹിസ്സലാമിന് റൂഹ് നൽകുകയും ചെയ്തതിന്റെ ശേഷമാണ് അവിടുത്തെ വളഞ്ഞ എല്ലുകൊണ്ട് ഇടത്തെ ഭാഗത്തെ വളഞ്ഞ എല്ലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു അൻഹാക്ക് ജന്മം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ആരാണ് എന്ന് ഒരു പുരുഷൻ വ്യക്തമായും മനസ്സിലാക്കുന്നതും അത് മനസ്സിലാക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷനിക്ക് നൽകിയിട്ടുണ്ട്. അതിനാണ് പുരുഷത്വമെന്നും നിശ്ചയദാർഢ്യതയെന്നും പൗരുഷമെന്നും മനുഷ്യത്വമെന്നും എന്നൊക്കെ പറയുന്നത്. ഏതായിരുന്നാലും ഒരു കുറച്ചംശം ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ ആലോചിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇതിപ്പോ പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം 50% സംവരണം കൊടുത്ത കാലത്ത് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിൽ മഹിളകളുടെ പ്രതിഷേധം. പക്ഷേ ഇത് ഞാൻ പറയുന്നതല്ല, പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. എല്ലാറ്റിനും കുറച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. സ്ത്രീ എന്ത് എന്നൊരു വിഷയമായിരുന്നുവെങ്കിൽ അതൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഇതിനാവശ്യമായത് മാത്രം ഞാൻ എടുക്കുകയാണ്. ബാക്കിയൊക്കെ ഒന്ന് സെൻസർ ചെയ്യാമെന്നല്ലാതെ നിർവാഹമില്ല. ഇതായിരുന്നു അതാണ് ഒരു പെണ്ണിന്റെ അവസ്ഥ. അത് ആരെയും കുറച്ചും പറയാനില്ലായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ സഹോദരിമാരാകുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് ഏതായിരുന്നാലും അർറജുലു ഖൈറു മിനൽ മർഅ എന്ന് പറയുന്ന ഒരു പൊതു തത്വമുണ്ടല്ലോ. അർറജുലു ഖൈറു മിനൽ മർഅ, സ്ത്രീ വർഗം എന്നതിനേക്കാൾ പുരുഷവർഗമാണ് ഉത്തമമെന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒന്നിനെ മറ്റൊന്നായി തുലനം ചെയ്യുമ്പോഴല്ല. ചില പുരുഷന്മാരെക്കാൾ ചില സ്ത്രീകൾക്ക് അല്ലാഹു തആല ബഹുമാനം നൽകിയിട്ടുണ്ടാകാം. പക്ഷേ പെണ്ണ് ആണ് എന്ന രീതിയിൽ നോക്കുമ്പോ അർറജുലു ഖൈറു മിനൽ മർഅ, പുരുഷവർഗം എന്ന് പറയുന്നത് സ്ത്രീ വർഗത്തെക്കാൾ ഉത്തമരാണ് എന്നത് ഇത് പൊതു കാഴ്ചപ്പാടാണ്, പൊതു തത്വവും പൊതു നിയമവുമാണ്. ആ നിലയ്ക്ക് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോ ഒരു പെണ്ണിനെ കുറിച്ച് കെട്ടാൻ പോകുന്ന ഒരു ഭർത്താവ് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനിക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവരെ നേരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് عن عمرو بن العاص رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ബഹുമാനപ്പെട്ടവർ കേട്ട ഒരു സംഭവം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷവർഗത്തിനോട് നബി തങ്ങൾ പറയുന്നതും നബി തങ്ങൾ ആഹ്വാനം ചെയ്യുന്നതും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഒരു പെണ്ണ് എന്നും അവളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ കൃത്യമായും അനുഭവത്തിൽ മനസ്സിലാക്കിയത് നമ്മുടെ മുന്നിലേക്ക് നബി തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മേൽ സ്തുതി പറഞ്ഞതിന്റെ ശേഷം, അല്ലാഹുവിനെ സ്തുതി സ്തോത്രങ്ങൾ വാഴ്ത്തിയതിന്റെ ശേഷം
ആദരവായ നിങ്ങൾ ഉപദേശിക്കുകയാണ് സമൂഹത്തോട്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുരുഷനോടാണ് പറയുന്നത്, ഒരു ഇണയോടാണ് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിന്റെ ഭാര്യയോട് വർത്തിക്കേണ്ടതെന്നും നീ എങ്ങനെയാണ് ഏത് സ്വഭാവത്തിലാണ് പെരുമാറേണ്ടതെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ നല്ല പെരുമാറ്റമാണ്, നല്ല രൂപത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്. ഗുണത്തിൽ പെരുമാറണം. ഗുണത്തിൽ പെരുമാറും. അല്ലാഹു തആല ഖുർആനിൽ ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. എന്താണ് അതിന്റെ കാരണം എന്നറിയുമോ? ഫഇന്നകുന്ന അവാനുൻ ഇൻദകും മിൻ അമാനില്ലാഹ്. അല്ലാഹുവിന്റെ വിശ്വസ്തതയിലായിട്ട് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് നിന്റെ ഭാര്യയെ, നിങ്ങളിലേക്ക് കൃത്യമായി അല്ലാഹുവിന്റെ വിശ്വസ്തതയിലായി നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കേവലം ബന്ധിയാണ് നിങ്ങളുടെ ഭാര്യമാരെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവർ ബന്ധികളാണ്, ബന്ധനസ്ഥരാക്കപ്പെട്ടവരാണ്. ആ ബന്ധ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ശരീരത്തിന്റെ രോമത്തിനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബോംബെയിലെ താജ്മഹൽ തകർക്കപ്പെട്ടപ്പോ കസബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ അടക്കപ്പെട്ടിരുന്നു. ആ ജയിലിലടക്കപ്പെട്ട കസബിനെ പോയി നേരിട്ട് കണ്ട ഒരു കക്ഷി എന്നോട് പറഞ്ഞത്, മരണമൊക്കെ നടന്നു, സംഭവമൊക്കെ നടന്നു, എന്നാലും അദ്ദേഹത്തെ കൽത്തുറുങ്കിൽ അടക്കപ്പെട്ട സമയത്ത് വലിയ ഭീകരാക്രമണം നടത്തിയതിന്റെ പേരിൽ, ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയതിന്റെ പേരിൽ അദ്ദേഹത്തെ അടക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കേസ് വിധിച്ച് വിധി പറയുന്നതിന് മുമ്പ് വരെ യഥാർത്ഥത്തിൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാനിയുടെ ഉത്തരവാദിത്വം ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുക. കേസ് വിധിക്കപ്പെടുകയും കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെടുകയും കണ്ടെത്തുകയും ചെയ്യുന്നത് വരെ കസബിനെ സംബന്ധിച്ചിടത്തോളം രാജകീയ പദവി കൊടുത്തിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കസബിനെ ബോംബെ ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടിരിക്കുന്നത്. സുഭിക്ഷ സുന്ദരമായ ഭക്ഷണം, സുന്ദരമായ ജീവിത മേഖല, നിസ്കരിക്കാനും ഉതെടുക്കാനും മറ്റുള്ള കർമ്മങ്ങൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ അദ്ദേഹം കണ്ടത് പറയുകയാണ്. എന്നോട് നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്. ഞാനിത് പറയുന്നത് കേവലം ബന്ധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് എങ്ങാനും കസബിന്റെ ശരീരത്തിന്റെ പോറലേൽപ്പിച്ചാൽ ഇന്ത്യ രാജ്യം ആ സകലം സമാധാനം പറയേണ്ടി വരുമെന്നത് ശരിയാണ്. ഇതാണ് ഒരു ബന്ധിയുടെ അവസ്ഥ. നിസ്സഹായനാണ്. ആ നിസ്സഹായനാശനിക്ക് നൽകുന്നത് ഗവൺമെന്റിനല്ലാതെ കഴിയൂല. മറ്റാരുടെയും സഹായം അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. ഈ നിലക്ക് വരുമ്പോ ഒരു ബന്ധിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ പ്രവാചക പദപ്രയോഗം നമ്മൾ ആലോചിക്കും. ഉമ്മയും ബാപ്പയും സ്വന്തം മകളെ ഒരു ഭർത്താവിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നകുന്ന അവാനുൻ ഇൻദകും മിൻ അമാനില്ലാഹ്. അള്ളാഹുവിന്റെ വിശ്വസ്തതയിലായിട്ട് ഉസവ്വിജുക അലാ മാ അമറ അല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ കൽപ്പിച്ചതനുസരിച്ച് വലിയായ മനുഷ്യൻ പുതിയാപ്പിളയോട് പറയുന്നത് സുന്നത്തായ ഒരു വാക്ക് ഉസവ്വിജുക. ഇതാ അടുത്ത നിമിഷത്തിൽ ഞാൻ എന്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു തരികയാണ്, തസ്വീജ് നടത്തി തരികയാണ്, ഇണയാക്കി തരികയാണ്. അലാ മാ അമറല്ലാഹു തആല, അല്ലാഹു തആല കൽപ്പിച്ചത് പ്രകാരമാണ് ഞാൻ നിനക്ക് ഇണയാക്കി തരുന്നത്. മിൻ ഇൻസാകിൻ ബിമഅറൂഫ്, എന്റെ മകളോട് നീ ഗുണത്തിൽ പെരുമാറണം. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ലോണം പിരിച്ചയക്കണം. എന്നിട്ട് അതിന് സമ്മതം മൂളിയതിന് ശേഷമാണ് സമ്മതിച്ചു. മൗനം സമ്മതമായിട്ടാണെങ്കിലും ഇത് മലയാളത്തിൽ പറയാത്തതുകൊണ്ടല്ലേ
അറബിയിൽ പറയുന്നത് കൊണ്ടാണ്. മലയാളത്തിലായതെങ്ങാനും പറയുന്നെങ്കിൽ പുതിയാപ്പിള അന്നേരം തന്നെ സദസ്സിൽ എഴുന്നേറ്റ് പോകും. ഇപ്പൊ തന്നെ അമ്മോശാക്ക എന്നോട് ഇങ്ങനെയാ പറയുന്നത്. കൈ ചൂടുന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്റെ മകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നത് നീ നല്ലോണം കൊണ്ടടക്കുള്ളൂ എന്റെ മോളെ, എന്നാലും മാത്രമാണ്. എന്നാ പിന്നെ തനിക്ക് കയ്യലെന്ന് പറയും യഥാർത്ഥം. ഇതാണ് അല്ലാഹുവിന്റെ പ്രവാചകർ ഉപയോഗിച്ച പദം ഇവിടെയും പറഞ്ഞത്. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നഹുന്ന അവാനും ഇൻദകും മിൻ അമാനില്ലാഹ്. അല്ലാഹുവിന്റെ വിശ്വസ്തതയിലായിട്ട് 20 വർഷമായിടോ എന്റെ മകളെ ഞാൻ തീറ്റിപ്പോറ്റുന്നു. നിലത്ത് വെച്ചാൽ ഉമ്പരിക്കുമെന്നും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന പരിപത്തിൽ എന്റെ മകൾക്കെല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ മകൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നടത്തിച്ചിട്ട് എന്റെ മകളെ ഞാനിതാ നിന്നിൽ ഏൽപ്പിക്കുന്നത് എന്റെ മകളെ മോശമായി പെരുമാറാനല്ല, ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നത് ഗുണകരമായ രീതിയിൽ പെരുമാറാൻ വേണ്ടിയാണ്. ആ നിലയ്ക്ക് പെരുമാറണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിന്റെ പൂർത്തീകരണത്തിൽ സമൂഹത്തോട് മുഴുവനുമാണ് ഇത് പറയുന്നത്. സഹാബത്തിനോട് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തന്നെ ലോകാവസാനം വരെ വരുന്ന പ്രബോധിതരായ ആളുകളോട് മാത്രമാണ്. അല്ലാത്തവരോട്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ കാലഘട്ടത്തിലുള്ളവരോട് മാത്രമല്ല. ചില സംഭവങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചിലർ പറയും അത് അവരോടല്ലേ നമ്മളോടല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ സ്ഥലത്തുള്ള സന്നിധരായ ആളുകൾ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്തുകൊള്ളും എന്ന പ്രഖ്യാപനം തന്നെയാണ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രഖ്യാപനം. അതേത് വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാലും നബി തങ്ങൾ പറഞ്ഞതും അതുപോലെ തന്നെയാണ്. സഹാബത്തിനോട് മാത്രമല്ല, ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നഹുന്ന അവാനും ഇൻദകും മിൻ അമാനില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ വ്യക്തമായ പ്രഖ്യാപനമാണ് എന്റെ സഹോദരങ്ങളെ ഇത്. എന്നിട്ട് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയാണ്, ലൈസ തംലികൂന മിൻഹുന്ന ശൈഅൻ ഗൈറ ദാലിക ഐ വസിയ്യ. ഈ വസിയ്യത്ത് തന്നെയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഉടമയാക്കി വെക്കേണ്ടതെന്നും നിങ്ങൾ പെരുമാറേണ്ടതെന്നും. ഇല്ലാ അയ്യതീന ബിഫാഹിശത്തിൻ മുബയ്യന فإن فعلن فاهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا. മോശമായ പെരുമാറ്റം പെരുമാറിയാൽ, അവരുടെ ദുഷിച്ച സ്വഭാവത്തിലേക്ക് പോയാൽ അപ്പോൾ മാത്രമേ നിങ്ങൾ പെരുമാറ്റം മാറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. മോശമായ പെരുമാറ്റം അരുതാത്തവരുടെ വന്നുപോയാൽ, അരുതാത്ത സംഭവങ്ങൾ അവരുടെ ഇടയിൽ വന്നുപോയാൽ അസമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ ചെയ്യുക, അതും വേണ്ടതുപോലെ തന്നെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ. അല്ലാത്ത സമയത്ത് അവർ കേവലം ബന്ദികൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഉമ്മാന്റെയും ബാപ്പാന്റെയും മടക്കൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകളോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഉമ്മയും ബാപ്പയും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്റെ മകൾ താൽക്കാലികമായാണെങ്കിലും 20 കൊല്ലത്തെ 20 വർഷത്തെ പെരുമാറ്റ സുഖസുന്ദരമായ ജീവിതത്തിൽ നിന്ന് അല്പം ഒരു മാറി ചിന്തിക്കലിന് വേണ്ടി സന്തോഷകരമാണ്. ഭർത്താവിന്റെ കൂടെ പോകുന്നത് സന്തോഷകരമാണ് എങ്കിലും താൽക്കാലികമായ പിരിച്ചലിന്റെ പ്രയാസം കടച്ചിറക്കാൻ കഴിയാത്ത വിധം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു അനുഭവം എന്റെ സഹോദരങ്ങളെ നമുക്ക് പരസ്പരം കാണാൻ സാധിക്കുന്ന വിഷയമാണല്ലോ. ആ നിലക്ക് നമ്മുടെ മക്കളെ ഒരു ഭർത്താവിന്റെ കൂടെ പറഞ്ഞയക്കുമ്പോ ഏത് രൂപത്തിൽ പെരുമാറണമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ഇത് നമ്മളോടാണ്, പുരുഷന്മാരാകുന്ന ഒരു വിഭാഗത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഖ്യാപിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകർ ഓർമ്മപ്പെടുത്തുന്നത്. അത് കൃത്യമായി. എന്തുകൊണ്ടാണിത്? പുരുഷനാണല്ലോ അധികാരി. ആ അധികാരിയായ പുരുഷൻ ഏതെങ്കിലും രൂപത്തിൽ അധികാരം തന്റെ ഭാര്യയോട് പെരുമാറാൻ പറ്റുമെന്ന് മനസ്സിലായി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരുകയില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ലക്കും അലാ നിസാഇകും ഹഖ്ഖാ.
അലാ അന്ന നിസാഇകും അലൈക്കും ഹഖ്ഖാ, നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ പെണ്ണുങ്ങന്മാരോട് നിങ്ങളുടെ മേലിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതയുണ്ട്. വലിനിസാഇകും അലൈക്കും ഹഖ്ഖാ, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാരോട് കടപ്പാടുകളും കടമകളുമുണ്ട്. ഫഅഖും അലൈഹിന്ന അല്ലാ യുഖീന ഫുസുകും മൻ തക്റഹൂൻ, നിങ്ങൾ വെറുക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ വിരിപ്പ് തയ്യാറാക്കി കൊടുക്കാതിരിക്കലാണ് അവരുടെ കടപ്പാടെന്ന് മഹാനായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹഖുഹുന്ന അലൈക്കും മൻ തുഹ്സിനു ഇലൈഹിൻ, അവരിലേക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഫീ കിസ്വതിഹിന്ന, അവർക്ക് നിങ്ങൾ നൽകുന്ന വസ്ത്രത്തിലും, വതആമിഹിന്ന, അവർക്ക് നിങ്ങൾ നൽകുന്ന ഭക്ഷണത്തിലും അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകണം, അവർക്ക് നിങ്ങൾ പാർപ്പിടം നൽകണം, അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം. അതിൽ വേണ്ടതുപോലെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ലഭിക്കുന്ന വിധം ഏതായിരുന്നോ, അവരുടെ വീട് ഏതായിരുന്നോ, അവരുടെ ഭക്ഷണം ഏതായിരുന്നോ, അവരുടെ വസ്ത്രമേതായിരുന്നോ, ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരാകുന്ന നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സുഖസുന്ദരമായി പെരുമാറണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് കാരണം? ഈ രൂപത്തിലൊക്കെ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ സ്വശരീരത്തിൽ നിന്ന് തന്നെ, അഥവാ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞാൽ ഒരു പൂർണ്ണനായ മനുഷ്യൻ, പുരുഷൻ, ആ പൂർണ്ണ മനുഷ്യനിൽ നിന്ന് കേവലം മേലെ കിടക്കുന്ന വളഞ്ഞ എല്ലുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ പടക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഒരു പെണ്ണിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കണം. സഹോദരിമാരെ, നിങ്ങളെ മോശക്കാരല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഗുണമേന്മയും ദൂഷ്യഫലവും മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഒരു പുരുഷനെ എത്തിക്കാനുള്ള സഹായകമാകുന്ന വിധമാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. മോശമായ പെരുമാറ്റങ്ങൾ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, പെണ്ണല്ലേ, അത്രയല്ലേ ഉണ്ടാവും. പെണ്ണല്ലേ എന്ന് മനസ്സിലാക്കിയാൽ വളഞ്ഞയില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇ ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ വളഞ്ഞ എല്ല് കൊണ്ടാണ് അല്ലാഹു തആല ഒരു പെണ്ണിനെ പടച്ചിരിക്കുന്നത്. ഖുലിഖത് മിൻ ളിലഇ ആദം ഫഇന്ന അഅവജ മാ ഫി ളിലഇ അഅലാഹു, ഏറ്റവും വളഞ്ഞത് ഏറ്റവും മേലെ കിടക്കുന്ന എല്ലാണ്. ഒരു ഭാഗത്ത് വലതേ ഭാഗത്ത് 18 എല്ലുകൾ ഉണ്ടെങ്കിൽ പുരുഷന്റെ ഇടത്തെ ഭാഗത്ത് 17 എല്ലുകളാണ്. അതിൽ ഒരു സാധനം എടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പഠിച്ചിരിക്കുന്നത്. ക്ലോണിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇപ്പൊ കോശങ്ങളിൽ നിന്ന് അതിന്റെ മറ്റൊരു ജീവിയെ പടക്കുന്ന ഒരു സംവിധാനം, ഇപ്പൊ ക്ലോണിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഈ ക്ലോണിംഗിന്റെ ഏറ്റവും ആദ്യത്തെ ദാതാവ് അല്ലാഹു തആല തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ആദം നബിയുടെ പ്രധാന അസ്ഥി എടുത്തുകൊണ്ടാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പടക്കുന്നത്. ഈ വളഞ്ഞ എല്ലുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് തന്നെ ആ പെണ്ണിന്റെ സ്വഭാവം വളഞ്ഞിരിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു വരുമ്പോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ പുരുഷനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിരവധി ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മൻ സബറ അലാ ഖുലുഖി അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി, ഒരു പെണ്ണിന്റെ മോശമായ സ്വഭാവത്തിന്റെ മേലിൽ ഒരു പൗരുഷമുള്ള പുരുഷനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, വളരെ മോശപ്പെട്ട സ്വഭാവം, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവം, ആ അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൽ ക്ഷമിക്കുകയല്ലാതെ മറ്റു വല്ല മാർഗവും ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇതിനൊന്നും ഒഴിവാക്കിയിട്ട് വേറൊന്നും എടുക്കാന്ന് വിചാരിച്ചാലോ? അർറജുലു ഖൈറുൻ മിനൽ മർഅ, അർറജുലു ഖൈറുൻ മിനൽ മർഅ എന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവം അവിടെ ഉണ്ടല്ലോ. ഏത് തന്നെയാണെങ്കിലും ശരി, പെണ്ണെന്ന് പറയുന്ന ആ പെണ്ണിന്റെ സ്വഭാവങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന സംഭവമാണ്.
അള്ളാഹുവിന്റെ പ്രവാചകർ വ്യക്തമായും ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കഥകളും ചരിത്രങ്ങളും മനസ്സിലാക്കുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. നബി തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപദേശിക്കുന്നത് താൻ കെട്ടിയിരിക്കുന്ന പെണ്ണിന്റെ മോശമായ സ്വഭാവത്തിന്റെ മേൽ ഒരു പുരുഷനിക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ പ്രതിഫലത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത് മിഥില മാ യുഅതി അയ്യൂബ അലാ ബലാഇഹി. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച പരീക്ഷണത്തിന് പകരം ഏത് സ്വർഗ്ഗമാണോ അല്ലാഹു തആല നൽകുന്നത്, ആ സ്വർഗ്ഗം കെട്ടിയ പെണ്ണിന്റെ സ്വഭാവത്തിന്റെ ദോഷം അത് സഹിക്കുന്ന ഒരു പുരുഷനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി വളരെ വ്യക്തമായും അല്ലാഹുവിന്റെ പ്രവാചകർ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്താനല്ല ഈ പറയുന്നത്. നിങ്ങളോടുള്ള സ്വഭാവം ഭർത്താക്കന്മാർ നന്നാക്കിയെടുക്കാൻ അവരെ പാകപ്പെടുത്തി കൊണ്ടുവരാനാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് എന്റെ പുരുഷന്മാരെ, എത്ര മോശമുള്ള സ്വഭാവം നമ്മുടെ ഭാര്യമാരിൽ നിന്നുണ്ടായാലും അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. പെണ്ണ് കെട്ടാനിരിക്കുന്ന ആളുകളൊക്കെ ആലോചിക്കേണ്ടത് എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു ഭർത്താവാകുന്ന പുരുഷനിക്ക് അവർ നൽകുന്ന സ്ഥാനം എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ കഴിയണം. എന്നാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ വളരെ വ്യക്തമായും ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരീക്ഷിച്ച പരീക്ഷണത്തിന്റെ മേലെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമാസകം വ്രണമായിട്ട് ഡോക്ടർമാർ വന്നിട്ട് ചികിത്സിക്കാൻ നോക്കുമ്പോ അല്ലാഹുവാണ് എനിക്ക് രോഗം നൽകിയിരിക്കുന്നത്. ആരാണോ എനിക്ക് രോഗം നൽകിയിരിക്കുന്നത് ആ രോഗം നൽകിയിരിക്കുന്നവൻ തന്നെയാണ് എന്റെ രോഗം ശിഫപ്പെടുത്തുന്നതെന്നും പറഞ്ഞിട്ട് ഡോക്ടർമാരെ മടക്കിയയക്കുകയാണ്, തിരിച്ചയക്കുകയാണ്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് അവിടുത്തെ നബിത്വവും നുബുവത്തും സ്ഥിരപ്പെട്ട് ജനങ്ങളിൽ വ്യാപിച്ചിട്ട് നിഷേധിക്കാൻ പറ്റാത്ത വിധം അങ്ങോട്ട് വ്യാപിച്ചാൽ അത്തരം കാര്യങ്ങൾ നബിമാർക്കുണ്ടാകുന്നതിന് വിരോധമില്ലെന്നതാണ് ഇൽമുൽ കലാമിന്റെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വളരെയധികം പ്രയാസമുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അല്ലാഹുവിന്റെ നേരെ കൈയുയർത്തിയിട്ട് പടച്ച തമ്പുരാനോട് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ പരീക്ഷണത്തിന്റെ മേലിൽ അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നൽകുന്ന പദവിയും രീതിയും എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഒരു ഭാര്യയുടെ ദുഷിച്ച സ്വഭാവത്തിന്റെ മേലിൽ പെണ്ണല്ലേ, അവളിൽ നിന്ന് ഇതൊക്കെ വരുമല്ലോ എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു രൂപം എന്റെ സഹോദരങ്ങളെ നമ്മളുണ്ട്. ഇതൊക്കെ ചില കേസുകളിലായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. അടുത്തിടെ ഒരു കേസുമായിട്ട് ഒരു കൂട്ടർ വന്നപ്പോ ആ വീട്ടിലുള്ള ഉമ്മാന്റെ സ്വഭാവ ദൂഷ്യം മാത്രമല്ല, ആ ഉമ്മാന്റെ കൂടെ കൂടിയിട്ട് വല്ലാതെ വേദനിപ്പിക്കുന്ന ശിക്ഷാ നടപടി തന്നെ സ്വീകരിച്ച ഒരു ഭർത്താവിന്റെ ഇടയിൽ താമസിക്കാൻ പ്രയാസം വന്നു. രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോ ആ പെണ്ണ് നേരെ തന്നെ പറയുന്നത് എന്നെ വലിയ പട്ടിക കൊണ്ട് അടിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. അവനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അങ്ങനെയാ പഠിപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ എന്റെ വിവരക്കേട് കൊണ്ട് സംഭവിച്ചത്. അദ്ദേഹം പറയാനോട് സംഗതി നിഷേധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയവരുണ്ടാകാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ പിണങ്ങിയതിന്റെ പേരിൽ അടിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. ഫദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബർരിഹ്. ഫദ്രിബൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കേണ്ട ഘട്ടങ്ങളിൽ അടിക്കണം. നുശൂസ് എന്ന് പറയുന്ന തന്റെ ഭർത്താവിന് വഴിപ്പെടാത്ത സാഹചര്യം വരുമ്പോ വഴിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അടിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫദ്രിബൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ വദ്രിബൂഹുന്ന, കിടപ്പടത്തിൽ വെടിയണം. എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ അടിക്കണം. ആ അടിക്കുന്ന സമയത്തെ അടിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് ലർബൻ ഗൈറ മുബർരിഹിൻ,
അതിവേദനയില്ലാത്ത അടി. ശിദ്ദത്ത് അലം അല്ലോ എന്ന് ഉച്ചരിച്ചു പോകും വിധം അടിക്കരുത്. പെണ്ണുങ്ങൾ കേൾക്കാണ്ട് പറയാം നമുക്ക്. അതിവേദനയുള്ള അടി, മുബർരിഹ് എന്നതിന് പരിക്കേൽക്കുന്ന അടി എന്ന് അർത്ഥം വെക്കൽ ശരിയല്ല. എവിടെയും പറഞ്ഞിരിക്കുന്നതിന് തഫ്സീർ നൽകിയിരിക്കുന്നത് ളർബൻ ഗൈറ മുബർരിഹിൻ ഐദാ ശിദ്ദത അലമിൻ, ശക്തമായ വേദനയുള്ള അടി അടിക്കരുതെന്നാണ് പരിശുദ്ധ ദീൻ ശാസിക്കുന്നത്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഭർത്താവിന് ഭാര്യയെ അടിക്കാം, തന്റെ വാക്കിന് വഴിപ്പെടാത്തതിന്റെ പേരിൽ അടിക്കാം. വാക്കിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രം ശുദ്ധിയാക്കി തരാത്തതിന്റെ പേരിലല്ല, ഭക്ഷണം പാകം ചെയ്ത് തരാത്തതിന്റെ പേരിലല്ല, മറിച്ച് ശരിയായ വഴിപ്പാടെന്ന് പറയുന്ന ഒരു വഴിപ്പാടുള്ള ഒരു പെണ്ണ്. എന്താണ് ആ വഴിപ്പാട്? തന്റെ ഭാര്യയിൽ നിന്ന് മാത്രം തനിക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. വൃദ്ധവേല ചെയ്യുന്നവരിൽ നിന്ന് കിട്ടൂല, സ്വന്തം പെങ്ങന്മാരിൽ നിന്ന് കിട്ടൂല, സ്വന്തം ഉമ്മയിൽ നിന്ന് കിട്ടൂല, സ്വന്തം അയൽക്കാരിൽ നിന്ന് കിട്ടൂല. സ്വന്തം ഭാര്യയിൽ നിന്ന് മാത്രം തനിക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ആ ആനുകൂല്യത്തിന് തന്റെ ഭാര്യ വഴിപ്പെടാതെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ അടിക്കാം. ആ സമയത്തും അടിക്കുമ്പോ പെരുത്തരാട്ടിനെടുത്തിട്ട് അടിക്കാൻ പറ്റില്ല കൂട്ടരെ. എങ്ങനെയാ? എങ്ങനെങ്കിലും പെരുമാറാന്ന് മനസ്സിലാക്കരുത്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പറഞ്ഞു വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ വളരെ വ്യക്തമായി നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്, എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കൂ. ഏതൊരു പെണ്ണാണെങ്കിലും ശരി, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, നമുക്ക് വേണ്ടി വിഷമിക്കുന്നവർ, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസത്തിൽ പങ്കുചേർന്നിട്ട് മനസ്സുരുകുന്നവർ, അവരാണവർ. അവരിൽ നിന്ന് ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമ്പോ എങ്ങനെ പെരുമാറണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ധീരരിൽ ധീരരാണ്, വീരശൂര പരാക്രമിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാമല്ലോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമറേ, നിങ്ങളെങ്ങാനും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ശൈത്താനുണ്ടെങ്കിൽ ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് വഴിമാറിയിട്ട് നിങ്ങൾക്ക് വഴിതരുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അത്രയും ധീരരാണ്. പെണ്ണുങ്ങൾ മുന്നിൽ നിൽക്കൂല. ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക് അന്ന റജുലൻ ജാഅ ഇലാ ഉമർ, ഉമർ ഖത്താബിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുകയാണ്. ഇസ്കൂ ഇലൈഹി ഖുലുഖ സൗജതിഹി, എന്തിനാണ് അദ്ദേഹം പോകുന്നത്? വീട്ടിൽ നിന്ന് എന്നോട് പെരുമാറുന്ന എന്റെ പെണ്ണിന്റെ പെരുമാറ്റത്തിന്റെ മോശം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞാൽ, അവിടുന്ന് ഒന്ന് വിളിച്ചുപദേശിച്ചാൽ എനിക്കതൊന്ന് ഒഴിവായി കിട്ടൂലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കലേക്ക് ഈ ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. എന്നിട്ടോ യന്തദിറു ഖുറൂജഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പുറത്തേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ്. ഫവഖഫ അലാ ബാബിഹി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പടിക്കൽ നിൽക്കുകയാണ്. പുറത്തേക്ക് വരുമ്പോ കഥ പറയാമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അല്പനേരം ഇങ്ങനെ ഈ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഫസമിഅ ഇംറാതഹു ഉമ്മ കുൽസൂം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ ശബ്ദമാണ് കേൾക്കുന്നത് ഉള്ളിൽ നിന്ന്. തസ്തീലു ലിസാനഹാ അലൈഹി, ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഇത്ര നീട്ടുള്ള നാക്കുകൊണ്ട് നിന്നെ പറയുന്നത്. തസ്തീലു ലിസാന, ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ കയർത്തിട്ട് അങ്ങോട്ട് പറയാ. ഉമറുല്ലാഹു തങ്ങളോ മിണ്ടുന്നില്ല, ഒരക്ഷരം പോലും തിരിച്ചു പറയും. നമുക്കും കഴിയണം കൂട്ടരെ. അവിടെയാ നമ്മുടെ വിജയം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ആവലാതി ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മോശക്കാരിയല്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കൂ. ഇത് കേൾക്കുകയാണ് പുറത്തു നിന്ന് ഈ ചെന്ന ചെറുപ്പക്കാരൻ. ലാ യറുദ്ദു ലിസാനഹു അലൈഹാ,
ഭാര്യയുടെ മേലിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ നാക്കിനെ തിരിച്ച് അനങ്ങാതെ മിണ്ടാതെ അനങ്ങാതിരിക്കുകയാണ്. കോടതിയിൽ കേസ് പറയാൻ വന്ന് നോക്കുമ്പോ അവിടെ കുഴപ്പം നടക്കുക. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അദ്ദേഹം മനസ്സിൽ പറയുകയാണ്, അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും പറയുകയും ചെയ്യുകയാണ്, ഇദാ കാന ഹാദാ ഹാലു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഫകൈഫ ഹാലി, ഇനി എന്റെ കഥ എന്ത് പറയാനാ, ഞാൻ തിരിച്ചു പോവാന്നല്ലാതെ ഒരു നിർവാഹമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു പോയി. ഫഖറജ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരികയാണ്. ഫറആഹു മുതവല്ലിയ, തന്റെ വീട്ടിൽ കുറെ നേരം കാതോർത്തിരുന്ന ഒരു മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ മനുഷ്യനെ വിളിക്കുകയാണ്. ഫനാദോ, എവിടുത്തേക്കാ പോകുന്നത്? എന്റെ വീട്ടിൽ കയറി നിന്ന് കുറെ നേരം നീ ശബ്ദം കേട്ടിട്ട് തിരിച്ചു പോവാണ്, എന്താ എന്റെ വിചാരം? നീ വന്ന കാര്യം എന്താണ് പറയുക? ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നത്, യാ അമീറുൽ മുഅ്മിനീൻ ജിതുക, ഞാൻ തങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അസ്തു ഇലൈക ഖുലുഖ സൗജതി, എന്റെ ഭാര്യയുടെ മോശമായ സ്വഭാവം നിങ്ങളോട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിത് വന്നപ്പോ അവൾ എന്റെ മേൽ സംസാരം വല്ലാതെ മോശമായി സംസാരിക്കുന്നു, ഞാൻ പറയുന്നതനുസരിക്കുന്നില്ല. ഞാനിത് പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് അവിടുത്തെ ഭാര്യയുടെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. എന്നോട് എന്റെ ഭാര്യ സംസാരിക്കുന്നത് പോലെ തങ്ങളുടെ ഭാര്യ തങ്ങളോടും സംസാരിക്കുന്നത് ഞാൻ കേൾക്കുമ്പോ ഞാനിനി മടങ്ങിയല്ലാതെ നിർവാഹമില്ലാതെ മനസ്സിലാക്കിയിട്ട് ഞാനിതാ മടങ്ങിപ്പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുത്തുകയാണ്. ഖുൽതു ഇദാ കാന ഹാദാ ഹാലു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ടവരുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? ഫകൈഫ ഹാലി, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ, ഇതാ സംഭവം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് ഈ സഹോദരനോട് പറയാ, യാ ഉഖൈ, എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞു സഹോദര, ഇന്നി അഹ്തമിലു ഹൽ ഹുഖൂഖ്, തീർച്ചയായും ഞാൻ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പേറുകയാണ്. എന്റെ ബാധ്യതയാണത്, എന്റെ കടമയാണത്, എന്റെ കടപ്പാടാണത്. അത് മനസ്സിലാക്കിയിട്ട് എന്റെ ഭാര്യ പറയുന്നതൊക്കെയും ഞാൻ നിശബ്ദനായി കേൾക്കുകയാണ്. അവൾക്ക് എന്നോടുള്ള കടപ്പാടുകൾ പോലെ എനിക്ക് അവളോടും കടപ്പാടുണ്ട്. യഥാർത്ഥത്തിൽ എന്റെ കടപ്പാടെന്ന് പറയുന്നത് ഇന്നഹാ സതറ ബൈനി വബൈനൻ നാർ, എന്റെയും നരകത്തിന്റെയും ഇടയിൽ മധ്യസ്ഥമായി നിൽക്കുന്നത്, ഒരു മതിലായി നിൽക്കുന്നത്, ഒരു തടസ്സമുള്ള കെട്ടുമതിലായി നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന എന്റെ ആരോഗ്യം, ആരോഗ്യത്തിനനുസരിച്ചുള്ള എന്റെ ശഹ്വാനിയായ ഖുവ്വത്ത്, ആ ഖുവ്വത്ത് കൊണ്ടെങ്ങാനും എന്റെ ഭാര്യ എനിക്ക് വഴിപ്പെടുന്നവളല്ലായിരുന്നുവെങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ അധാർമികതയിലേക്ക് പോകണമായിരുന്നു സഹോദര. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുമ്പോ എന്റെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട്, എന്റെ ഹിതത്തിനനുസരിച്ചുകൊണ്ട്, എന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് അവൾ എനിക്ക് വഴിപ്പെടുന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നരകത്തെ തൊട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ബാധ്യത അവൾ നിറവേറ്റുന്നവളാണെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ. മാത്രവുമല്ല വഖാസിനുല്ലി, എന്നെ കവറാക്കുന്നവളും ശ്രദ്ധിക്കുന്നവളുമാണ്. ഇദാ ഖറജ്തു മിൻ മൻസിലി, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ എന്നെ സൂക്ഷിക്കുന്നവളാണ്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാണ്, കൃത്യമായും അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്നവളാണ്. വഹാഫിദത്തുൽ ലിമാലി, എനിക്ക് വല്ലതുമുണ്ടെങ്കിൽ അവളാണ് അത് ശ്രദ്ധിക്കുന്നത്, എന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതെ ശേഖരിക്കുന്നത് അവളാണ്. വതബാഖത്തുൽ ലിതുആമി, എനിക്ക് ഭക്ഷണം പുഴുങ്ങി തയ്യാറാക്കി വേവിച്ചു തരുന്നത് അവളാണ്. വഹബാസത്തുൽ ലിഖുബ്സി, എനിക്ക് പത്തിരി ചുട്ട് റെഡിയാക്കി എന്റെ മുമ്പിൽ എത്തിച്ചു തരുന്നവൾ അവളാണ്. വസാലത്തുൽ ലിസൗബി, എന്റെ വസ്ത്രം
അലക്കി തരുന്നതവളാൻ, വമുദിഅത്തുൽ ലിവലദി എന്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നതവളാൻ. ഇതൊക്കെയാണെങ്കിലുമോ വലൈസ ദാലിക ബിവാജിബിൻ, ഇതൊന്നും കടമയല്ലല്ലോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലേ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുത്തു, നമ്മുടെ വസ്ത്രം അലക്കി തരുത്തു, നമ്മുടെ കുഞ്ഞിനിക്ക് മുല കൊടുക്കലു, ഇതൊക്കെയാ പോലെ പണിയെന്നല്ലേ. എന്റെ കൂട്ടരെ നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടല്ലേ. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മക്കൾക്ക് മുല കൊടുക്കുന്ന പെണ്ണുങ്ങന്മാര് മാസത്തിൽ 5000 രൂപ ശമ്പളം ഇങ്ങ് തരണമെന്ന് പറഞ്ഞാൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്താൽ 5000 രൂപ വിധിച്ചാൽ അത് കൊടുക്കണം. നിന്റെ കുട്ടിക്ക് മുല കൊടുക്കൽ നിർബന്ധമായ സാഹചര്യം പ്രസവിക്കുന്ന സമയത്തുള്ള ലിബ് എന്ന് പറയുന്ന പേറ്റുമുല മാത്രമേ ഉള്ളൂ. അത് കുട്ടിയോടുള്ള ബാധ്യത നിറവേറ്റുകയാണ്. നമ്മുടെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കേണ്ട കടമ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വസ്ത്രമുണ്ടാക്കി തരുന്ന കടമയില്ല, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കടമയില്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ബേജാറാകുന്നുണ്ടോ? വയല് കഴിഞ്ഞ് തിരിച്ചങ്ങ് വീട്ടിൽ ചെന്ന പഠിച്ചോരെ പട്ടിണിയായി പോവുള്ളൂ. അയ്യൊരു വിഷയമൊന്നും വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ട കടമയായി പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ആ മനുഷ്യനോട് പറയാ, ഇതൊക്കെയും നമുക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കൂ. എത്ര കഷ്ടപ്പെടുന്നവരാണ്, എത്ര പ്രയാസപ്പെടുന്നവരാണ്. നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് നേരം പുലരുന്നത് മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഒരു സെക്കൻഡ് പോലും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിശ്രമവുമില്ലല്ലോ വീടുകളിൽ. അവരോട് നമ്മൾ പെരുമാറുന്ന പെരുമാറ്റം എന്റെ സഹോദരങ്ങളെ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് പറയുന്നത് വസകന ഖൽബി അനിൽ ഹറാം, ഹറാമിനെ തൊട്ട് എന്റെ ശരീരത്തെ കാത്തു തരുന്നത് അവളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആ പെണ്ണ് ഭാര്യ എന്നോട് പറയുന്നതെല്ലാം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ഡോലിദാലിക ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മനുഷ്യനും പറയാ യാ അമീറുൽ മുഅ്മിനീൻ വകദാലിക സൗജതി, എന്നാ ഇതുപോലെ തന്നെ എന്റെ പെണ്ണുങ്ങളും ഞാനും ഇതുപോലെ തന്നെ ചെയ്യാന്നല്ലാതെ നിർവാഹമില്ലല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടായാൽ, നല്ല നല്ല പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകുമ്പോ ഫഇന്നമാ ഹിയ മർറത്തുൻ വാഹിദ, ഇടക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഇടക്കൊക്കെ അങ്ങനെ മോശമായിരിക്കുന്ന സ്വഭാവം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇടക്കല്ലേ, അതിനിടയിൽ എന്തെന്തെല്ലാം നല്ല കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭാര്യമാരിൽ നിന്ന് നമ്മുടെ നേരെ ഉണ്ടാകുന്ന എന്തെങ്കിലും അത്തരം മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോ അത് സഹിക്കൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ നമ്മളങ്ങ് പ്രവർത്തിക്കുമ്പോ വളരെ സുഖകരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞതുപോലെ فاستوصوا بالنساء خيرا فإن المرأة خلقت من ضلع آدم فإن أعوج ما في الضلع أعلاه فإن ذهبته تقيمه كسرت وإن ذهبت تقيمه كسرت. അതിനെ പെട്ടെന്ന് പിടിച്ചു നീക്കാൻ വേണ്ടി നീ ശ്രമിച്ചാൽ ദേഷ്യം പിടിച്ചിട്ട് 1, 2, 3 ചൊല്ലി പിരിച്ചു. ഇപ്പൊ അടുത്ത് ആ കേസ് ഇപ്പം പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുക. ഒരു പെണ്ണുങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് തന്റെ ഭാര്യയോട്, 2 മക്കളുണ്ട്, നിന്റെ പേരിലുള്ള ആ സ്ഥലം നീ വിറ്റാൽ നിന്റെ തലാഖാണ്. നിന്റെ പേരിലുള്ള ആ സ്ഥലം നീ വിറ്റാൽ തലാഖാണ്. തഅലീഖിന്റെ തലാഖ്. യഥാർത്ഥത്തിൽ നിർബന്ധമായ സാഹചര്യത്തിൽ ആ സ്വത്ത് വിൽക്കേണ്ടി വന്നു. ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പം 3 തലാഖ് ആ ചെറുപ്പക്കാരൻ കരുതിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ കെടിഞ്ഞന്യമായി. ഈ 3 തലാഖിലെ പെണ്ണിനെ വീണ്ടും തിരിച്ചെടുക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. ഈ പെണ്ണിന്റെ ഈ തലാഖിന്റെ ഇദ്ദ കഴിഞ്ഞിട്ട് മറ്റൊരു ഭർത്താവ് വേടിച്ചിട്ട് ആ ഭർത്താവ് മൊഴി ചൊല്ലിയിട്ട് എന്നിട്ട് ആ തലാഖിന്റെ ഇദ്ദ കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കണം. രണ്ടാമത്തും കെട്ടിയിട്ട് പോയി ചെല്ലിയാലല്ലേ. ഇവിടെ എത്തിക്കണം മനുഷ്യൻ. ഇത് മനുഷ്യന്റെ നിലപാടാണ്. ആ ദേഷ്യത്തിന്റെ സമയത്ത് എന്തെങ്കിലും അങ്ങ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിനൊന്നും ദേഷ്യം പിടിച്ചിട്ടായാലും ഇല്ല, അല്ലെങ്കിലും ഇല്ല. തലാഖിന്റെ വിഷയമൊക്കെ ആലോചിച്ചാൽ ആ വിഷയമല്ലല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല.
എന്റെ പെണ്ണുങ്ങൾ ഇനി എനിക്ക് കെട്ടിച്ചേരുന്നടോ, ആ ഇഞ്ഞി കെട്ടിക്കോ, പോരെ, അത്രയേ വേണ്ടൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് മഹാനരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇടക്കുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ നാം അതൊരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വൈകല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെയും ക്ഷമിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ എത്തുമ്പോഴാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഖൈറ ഫിൻ നിസാഇ വലാ സബ്റ അൻഹുന്ന യഗ്ലിബന കരീമൻ വയഗ്ലിബുന്ന ലഈം വഉഹിബ്ബു അൻ നകൂന കരീമൻ മഗ്ലൂബാ വലാ ഉഹിബ്ബു അൻ നകൂന ലഈമൻ ഗാലിബാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. മഹാനരായ നബി തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ശരിക്കും മനസ്സിലാക്കിയ വിഷയമാണ്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്റെ സഹോദരിമാരെ കുറ്റപ്പെടുത്താനല്ല ഈ പറയുന്നത്, മൊത്തത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ലാ ഖൈറ ഫിൻ നിസാ. 24 മണിക്കൂറും നമ്മുടെ ഭാര്യമാരോടൊപ്പം നമുക്ക് കഴിച്ചുകൂടാൻ പറ്റില്ല. വലാ സബ്റ അൻഹുന്ന. 5 മിനിറ്റ് നേരം ഇല്ലാണ്ട് കഴിയില്ല. അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു ദിവസം മാർക്സിന്റെയോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മറ്റേതെങ്കിലും പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഹർത്താൽ സംഭവിച്ചു. നാട്ടിലുള്ള വീട് കച്ചവടക്കാരൻ പുരയിലായി. സുബ്ഹാനല്ലാഹ്, എന്തേലും പഠിച്ചോനെങ്കിൽ വീട് അടച്ചോ, ചേട്ടിൽ മുട്ട പോലെ. സുബ്ഹാനല്ലാഹ്, പ്രയാസം. 24 മണിക്കൂർ അവരോടൊപ്പം കഴിച്ചു കൂട്ടാൻ കഴിയൂല. വലാ സബ്റ അൻഹുന്ന. അല്ല, നിങ്ങൾ ഉണ്ടല്ലേ ഫാത്തിഹ ജുമാനെ ചെന്ന് നോക്കാത്ത കുറെ കാലമായി, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ഇന്നേതായാലും ലീവായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പാ വരിക, ഇപ്പൊ 4:55 ഒരു 5:55 ആകുമ്പോഴേക്ക് വരൂലേ? ആ വരൂ. വിട്ടു. 5:55 6 പഠിച്ചോനെ 6:10 ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റല്ലേ ഉള്ളൂ. പെരളിൽ തന്നെ പിന്നെ വിളിച്ചു പിന്നീട് എത്തിക്ക് വരുന്നുണ്ടോന്ന്. ആകെ 5 മിനിറ്റ് താമസിച്ചിട്ടുള്ളൂ നിശ്ചയിച്ച സമയത്തിലേക്കാണ്. ഇത് മനുഷ്യ സഹജമാണ്. ലാ ഖൈറ ഫിൻ നിസാഇ വലാ സബ്റ അൻഹുൻ. 24 മണിക്കൂറും അവരോടൊപ്പം കഴിച്ചു കൂട്ടാൻ കഴിയൂല. 5 മിനിറ്റ് നേരം അവരില്ലാതെയും കഴിയൂല. പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോകും എന്റെ സഹോദരങ്ങളെ? പണ്ടാരോ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ നല്ലൊരു കറവ പശുവുണ്ട്. സുബ്ഹാനല്ലാഹ്, പശുവിനെ കറന്നാൽ കൈ കടഞ്ഞു പോവാന്നല്ലാതെ പാല് തീരൂല. കിട്ടിയാലോ തൈലം പോലത്തെ പാല്, വെണ്ണയാണെങ്കിലോ തീർത്താൽ തീരാത്ത വെണ്ണ, ഇതൊക്കെയുമുണ്ട്. പക്ഷേ ആനക്ക് ചെല്ലുമ്പോ വാണം പോലത്തെ ചവിട്ട്. എന്താ ചെയ്യുക? എന്നാ പിന്നെ ഇതിനങ്ങ് വിറ്റിട്ട് വേറെ എടുക്കാതെ വിചാരിച്ചാലോ അതിന് ചവിട്ട് മാത്രമല്ല കയറ്റില്ല. സുബ്ഹാനല്ലാഹ്, അയിലക്കെടുത്ത് പൊയിലക്കതിയാന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പെണ്ണുങ്ങൾ ഗുണയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് തലാക്കിയിട്ട് വേറൊന്ന് കെട്ടിക്കൊണ്ടു നോക്കും. പണ്ടത്തെ പിന്നെ നല്ലത് അയിലക്കെടുത്ത് പൊയിലക്കതിയ. പിന്നെ ഇതിനെങ്ങനെങ്കിലും കൊണ്ടുപോകാനല്ലാതെ യാതൊരു സാധ്യതയുമില്ല. ആ പശുവിനെ കറന്നെടുക്കാനുള്ള മാർഗമാണ് പിന്നീട് നമ്മൾ നോക്കേണ്ടത്. ബാല് പിടിച്ച് കാലോട് കെട്ടുക, കാല് പിടിച്ചിട്ട് തൂണോട് കെട്ടുക, ഒരു ചെറിയ വടി കൊടുത്തിട്ട് ഈച്ചേനെ ചെലുക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ അടുത്താക്കുക, പാല് കറന്ന് എടുത്തിട്ട് കഴിച്ചാൽ കിട്ടുള്ളൂ. ഇതേ നടക്കുന്നു. ഇതാ അല്ലാഹു. ലാ ഖൈറ ഫിൻ നിസാഇ വലാ സബ്റ അൻഹുന്ന യഗ്ലിബന കരീമാ. പെണ്ണുങ്ങൾക്ക് വിജയിക്കുന്നവനല്ല, പെണ്ണുങ്ങൾക്ക് പരാജയപ്പെട്ടു പോകുന്നവൻ അവൻ മാന്യനാണ്. വയഗ്ലിബുന്ന ലഈം. പെണ്ണുങ്ങൾക്ക് വിജയിക്കുന്നവൻ ആക്ഷേപാർഹനാണ്, ആക്ഷേപിക്കപ്പെട്ടവനാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഉഹിബ്ബു അൻ നകൂന കരീമൻ മഗ്ലൂബാ. പെണ്ണിന് പരാജയപ്പെടുന്ന മാന്യനാകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്. വലാ ഉഹിബ്ബു അൻ നകൂന ലഈമൻ ഗാലിബാ. പെണ്ണിന് വിജയിക്കാൻ മനസ്സിലാക്കുന്ന ആക്ഷേപിക്കപ്പെട്ടവനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ നബി തങ്ങൾ പ്രവൃത്തിപദത്തിലൂടെ വിഷയങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ 2-3 ആളടങ്ങുന്ന ഒരു സംഘം ആളുകൾ ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. നബി തങ്ങൾ സൽക്കാരപ്രിയരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കടന്നിട്ട് ചോദിച്ചു, ആയിഷ, സ്വഹാബത്ത് വന്നിട്ടുണ്ട്, വല്ലതുണ്ടോ ചീരണി സ്വഹാബത്തിന് കൊടുക്കാൻ? എന്തെങ്കിലും ഉണ്ടോ?
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് കൈമലർത്തി ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണല്ലോ. 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിച്ചിട്ട് 9-ാമത്തെ വയസ്സിൽ വീട്ടിൽ കൂടിയിട്ട് നിറപ്രായം എന്ന് പറയുന്ന പാവാടപ്രായം എന്ന് പറയുന്ന ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് 18 വയസ്സെന്ന് പറയുന്ന വയസ്സ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് വഫാത്താകുന്നത്. ബുദ്ധിമതിയാണ്, ഇൽമിന്റെ കേന്ദ്രമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ വയസ്സുകൊണ്ട് മുന്തിയത് ബഹുമാനപ്പെട്ട സൈനബ ബീബി റളിയല്ലാഹു അൻഹയാണ്. പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിൽ മുന്തിയത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ്. ഇൽമിൽ മികച്ചു നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ അന്നത്തെ ഊഴം. നബി തങ്ങൾ അകത്ത് കയറിയിട്ട് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരല്ലേ അങ്ങ് തീർന്നു പോവല്ലോ, ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് നേരെ അപ്പുറത്ത് വയസ്സിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈനബ ബീബി റളിയല്ലാഹു അൻഹ കിടക്കുന്നത്. സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ സ്വന്തം ദിവസം പോലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് മഹദി സമ്മാനിച്ചിട്ടുണ്ട്. അത്രയും സ്നേഹമതിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഇഷ്ടക്കരിയാണ് സൈനബ ബീബി റളിയല്ലാഹു അൻഹ. അവിടുത്തെ ഒരു വൃദ്ധയുടെ കയ്യിൽ ഒരു പ്ലേറ്റിൽ നബി തങ്ങളുടെ വീട്ടിൽ ആള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ അല്പം പലഹാരം കൊടുത്തേക്കുകയാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ പാത്രം ഒരൊറ്റ തട്ട പുറത്തേക്ക് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിലായിരുന്നു നടന്നതെങ്കിൽ എന്തായിരിക്കും സംഭവം? സുബ്ഹാനല്ലാഹ്, കേസ് പറഞ്ഞാൽ തീരുവോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊട്ടിപ്പൊളിഞ്ഞ പാത്രമെടുത്ത് വേറെ മാറ്റി വെച്ചിട്ട് ഹദീസിൽ വ്യക്തമായും രേഖപ്പെടുത്തുകയാണ്, ആ പലഹാരം അതുപോലത്തെ മറ്റൊരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ട് ആ പ്ലേറ്റും ഭക്ഷണവും സ്വഹാബത്തിന് നൽകിയിട്ട് അതുപോലെയുള്ള ഒരു പ്ലേറ്റ് സൈനബ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൊടുത്തേക്കുന്നതിനിടയിൽ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഓർത്ത് ഉമ്മുക്കും സ്വഹാബ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സ്ഥാനമാനത്തിന് യാതൊരു പോറലും ഏൽക്കാത്ത രൂപത്തിലാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതേ പദമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയാണ്, എന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങൾ സ്ഥാനത്തിന് ഇകവ് മനസ്സിലാക്കരുത്, എന്റെ ഭാര്യയല്ല, നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങളുടെ ഉമ്മ എപ്പോഴും ഇങ്ങനെയൊന്നല്ല, ഇന്ന് എന്തോ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ഉമ്മയാണ്. നിങ്ങളുടെ ഉമ്മ മാനസികമായി എന്തോ ഒരു പ്രയാസം നേരിട്ടതിന്റെ പേരിൽ അപ്പൊ മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയെ പരാജയപ്പെടുത്തിയിട്ട് വിജയിക്കാൻ ഒരുങ്ങുന്ന മാന്യനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിധം ഭാര്യമാരിൽ നിന്ന് വരുന്ന പ്രയാസങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണ പൗരുഷമുള്ള നിശ്ചയദാർഢ്യതയുള്ള എല്ലാം മനസ്സിലാക്കി നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്ന ഉത്തമ ഭർത്താവായി മാറുന്നത്. അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ഐ മുതസല്ലിതൂന അലൻ നിസാ, പെണ്ണുങ്ങളുടെ മേലിൽ അധികാരം പ്രവർത്തിക്കുന്നവരാണ് പുരുഷന്മാർ. അധികാരം എന്ന് പറഞ്ഞാൽ നാം ഈ പറഞ്ഞ മട്ടിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരുപാട് താഴ്മ ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിൽ നാം ഉയരുമ്പോൾ മാത്രമേ
അവർ നമുക്ക് വഴിപ്പെട്ടവരായി തീരുകയുള്ളൂ. ആ നിലയ്ക്ക് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ ഒരു പെണ്ണിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണവും വസ്ത്രവും സുഭിക്ഷ സുന്ദരമായ പാർപ്പിടവും, അവർക്ക് വേണ്ടി ഒന്നിച്ചെല്ലാവരും താമസിക്കുന്നിടത്ത് സംതൃപ്തമായ ജീവിതമാണെങ്കിൽ കുഴപ്പമില്ല. ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്. അവിടെ അലങ്കോലപ്പെട്ട ജീവിതവും സഹിക്കാൻ പറ്റാത്ത പീഡനങ്ങളും പ്രയാസങ്ങളുമാണെങ്കിൽ ആ പെണ്ണ് ഞാൻ വിളിച്ചിടത്ത് വരണമെന്ന് വാശി പിടിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള സ്വന്തം ഒരു വീട് സ്ഥാപിച്ചു കൊടുക്കാത്ത കാലത്തോളം അവൻ വിളിച്ചിടത്ത് ചെല്ലണമെന്ന് ശരീഅത്തുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കൂ. ഭർത്താവിൻ്റെ കൂടെ ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട്, അനുജന്മാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ മക്കളുണ്ട്, മാതാപിതാക്കളും കൂട്ടത്തിലുണ്ട്. എല്ലാവരും കൂട്ടുകുടുംബമായി ജീവിക്കുകയാണ്, സൗഹാർദ്ദത്തോടുകൂടെയാണ് ജീവിക്കുന്നത്. വിഷമമില്ല, അത് തന്നെയാണ് അവളുടെ വീടെന്ന് മനസ്സിലാക്കാം. പക്ഷേ എല്ലാവരുടെയും ശല്യവും പ്രകരവും പ്രയാസവും പീഡനവും ഏറ്റെടുത്തുകൊണ്ടാണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ സ്വന്തം ഒരു ഭർത്താവ് അവൾക്ക് വീട് നൽകുന്നത് വരെ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖിയാറുണ്ടെന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കൂ. ആ വിധം സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി തീരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. കൃത്യമായി ഇത് നൽകുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ മുതൽ പ്രഭാതം മുതൽ കിടന്നുറങ്ങുന്ന സമയം വരെ ഈ വിധം അധ്വാനിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അവർക്ക് നൽകുന്നത് രാവിലെ എല്ലാവരും കുടിക്കും പോലെ ഒരു റസ്കും കട്ടൻ ചായ ഓലിക്കും കിട്ടും. 10-8 മണിയോ ആകുമ്പോൾ ഒരു നാസ്തയുണ്ടെങ്കിൽ ഓല് കഴിക്കും, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി. ഉച്ചക്കത്തെ ചോറ് വേണമെങ്കിൽ നിങ്ങൾ ഇന്നിങ്ങനെ വരുമോ എന്നാ ചോദിക്കുക. എന്നാൽ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കാലോ എന്ന് മനസ്സിലാക്കി കിട്ടും. ആരും അത് പറഞ്ഞേക്കരുത് കേട്ടോ. ഞാനിന്ന് ഉച്ചക്ക് ഇവിടെ ചോറ്റിനുണ്ടാവൂല എന്ന് പറഞ്ഞാൽ അവരുടെ ചോറും കുളമായി. അങ്ങനെയാ വേണ്ടത്. നമ്മൾ വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടാകണം വീട്ടിൽ. എന്നെങ്കിലും അവർ കഴിക്കട്ടെ ഭക്ഷണം എന്നാലോചിക്കണം. ഇതേ സ്ഥാനത്ത് നമുക്കൊരു ജോലിക്കാരിയെ നാം പകരം നിർത്തി കൊടുക്കുകയാണെങ്കിൽ 10,000 രൂപ മാസത്തിൽ കൊടുത്താൽ ഇന്ന് കിട്ടുമോ സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിക്കൂ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്തു തരുന്ന ആളുകളിൽ നിന്ന് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് സഹിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ പെണ്ണിന്റെ പ്രയാസത്തിന്റെ മേൽ സഹിക്കുന്ന ഒരു പുരുഷനിക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹു തആല നൽകുന്ന സുന്ദരമായ സ്ഥാനം അല്ലാഹു തആല നൽകുന്നത്. പിന്നെ മറ്റൊരു കാര്യം മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു കൊടുത്താലും അതിനൊരു ചെറിയ കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവം. ഒരു വസ്ത്രം കൊടുത്താലും മറ്റൊരാൾ കൊടുത്താൽ അതിൻ്റെ മികവാ നമ്മളോട് പറയുക. അല്ലോ ഇങ്ങോട്ട് കണ്ടിക്കോ, അങ്ങോട്ടേ ആയിഷാന്റെ മാപ്പിള ഞങ്ങൾക്ക് കൊണ്ടുത്തന്ന സാധനം അല്ലേ, നമ്മൾ കൊണ്ടുകൊടുത്ത് അതിനേക്കാളും വിലപിടിപ്പുള്ളതായിരിക്കും ചിലപ്പോൾ. എന്നാലും അതിൻ്റെ അതിശയം പറഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതാക്കാൻ പോട്ടെ, കുഴപ്പമില്ല നമ്മൾ മനസ്സിലാക്കണം. ഒരു വിരോധവും ഇല്ല നമ്മൾ മനസ്സിലാക്കണം. എവിടെ തന്നെ ചെന്നാലും ശരി, നമ്മൾ എത്ര വലിയ ആളായിരുന്നാലും ശരി, അവരുടെ മുമ്പിൽ നമ്മൾ ചെറുതാണ്. ഇതാരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ വലിയ ആളല്ലേ, ഞാൻ പ്രൈം മിനിസ്റ്റർ അല്ലേ, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ, ഞാൻ കലക്ടറല്ലേ, ഞാൻ എത്ര വിദ്യാസമ്പന്നനാണ്. അതൊക്കെയും നാട്ടിൽ 10,000-ന്റെ ഇടയിലാ കൂട്ടരെ. വീട്ടിലങ്ങനെ ചെന്നാൽ നമ്മുടെ മോഡി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന മോഡി അവർകൾ സന്താനമുണ്ടെന്നുള്ളി, അദ്ദേഹത്തിന് ഭാര്യയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇന്ത്യൻ ഭരണ അധികാരത്തിൽ വരുന്ന അധികാര പരിധിയിലുള്ള എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ എസ്കോർട്ടായിട്ട് പോലീസുകാരും പട്ടാളക്കാരും എല്ലാം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഗേറ്റ് ഗവൺമാനിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരാണ് മുറ്റത്ത് നിന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. മോഡി അദ്ദേഹം അകത്ത് കടന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കും ഇതാരായി വന്നതെന്ന്. അത് ഇവിടുത്തെ കുഞ്ഞന്റെ അച്ഛൻ. അതിനപ്പുറം പ്രധാനമന്ത്രി എന്ന ഒരു നിലപാട് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കഴിഞ്ഞു കഥ അല്ലേ. ആ പ്രധാനമന്ത്രിക്ക് മാലോകർ നൽകുന്ന ബഹുമാനവും ആദരവും ഒരു പെണ്ണ് നൽകിയാൽ എന്ത് നടക്കുമെന്ന് നമുക്കറിയാലോ. സംഭവമാണിത്. ഇത് യഥാർത്ഥത്തിൽ
ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സമ്മതിച്ചു തരാൻ പ്രയാസകരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഗുരുത്തക്കേട് ചെയ്തെന്നാരും മനസ്സിലാക്കരുതേ സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയോഗമാണ്, യാദൃച്ഛികമല്ല സംഭവം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ പാത്രം തട്ടിയുടച്ചു എന്ന് ഹദീസിൽ വന്നാൽ തന്നെയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെയ്തത് മോശമാണെന്ന് മനസ്സിലാക്കി പോകരുത്. അള്ളാഹുവിന്റെ നിയോഗമാണ്. ലോകാവസാനം വരെ വരുന്ന സമൂഹത്തിന് ഭാര്യയോരോട് ഭർത്താവ് എങ്ങനെ പെരുമാറണമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലാഹു തആല ഉണ്ടാക്കിയ കാരണമാണ്, റബ്ബിന്റെ നിയോഗമാണ്, യാദൃച്ഛിക സംഭവമല്ല. ഇത് മനസ്സിലാക്കണം നമ്മൾ. എൻ്റെ സഹോദരങ്ങളെ, എന്ന് വെച്ചാൽ പിന്നീട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ പേരും പെരുമയും പ്രസക്തിയും നമ്മുടെ വീട്ടിൽ ചെന്നാൽ ഭാര്യമാർക്ക് നമുക്ക് തരാൻ കഴിയൂല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുമ്പ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ്. അദ്ദേഹത്തെ ഒരു വിലയും വെക്കൂല. അദ്ദേഹം എത്ര കറാമത്ത് കാണിച്ചിട്ടും യാതൊരു വിലയുമില്ല. അദ്ദേഹം ഒരു ദിവസം എൻ്റെ ആദരവ് എൻ്റെ പെണ്ണുങ്ങൾക്കൊന്ന് തിരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അല്പനേരം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. മുറ്റത്തിറങ്ങി മുറ്റമടിക്കാൻ വേണ്ടി മാച്ചിലും പിടിച്ച് നിൽക്കുന്ന പെണ്ണ് നിന്നിടത്ത് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ 10-11 മണിയായിട്ടും മുറ്റയടിച്ചിട്ടില്ല, കലം തേച്ചിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, നാസ്ത തയ്യാറാക്കിയിട്ടില്ല. ഇതെന്ത് സംഭവം, നീ നിന്ന് നിൽപ്പിലായി പോയത്? ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അല്ലാഹ്, ഞാൻ വിശ്വസിക്കും. എന്താ ഇനി പറ? ഒന്നുമില്ല, ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ ഇറങ്ങിയ ഉടനെ മാച്ചിലെടുത്തിട്ട് മുറ്റടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ നിങ്ങളെപ്പോലെ എന്നെപ്പോലെ കണ്ണും കാതും കയ്യും ഉള്ള ഒരു മനുഷ്യൻ അന്തരീക്ഷത്തിലൂടെ കാലടിച്ചിട്ട് അങ്ങോട്ട് പറന്നുപോയി. സുബ്ഹാനല്ലാഹ്, വലിയും മിൻ ഔലിയാ ഇല്ല, അള്ളാന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ. നേരാണോ നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ വല്ലാഹി അള്ളാനെ തന്നെയാണ്, അങ്ങനെ സംഭവിച്ചു. സംഭവം ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇനി അറിയോ സംഭവം ഞാനായിരുന്നു ആ പറഞ്ഞത്. ഉടനെ തന്നെ പറയുക, ആദ്യം തന്നെയല്ലേ കഴുത്തിനൊരു വളച്ചിൽ കണ്ടത്. നേരത്തെ വലിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോ തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയപ്പോ അതിനൊരു കുറ്റം കണ്ടുപിടിക്കാൻ. ഇതൊരു സാധാരണയാണ്. ഇത് നമ്മിൽ അതിൽ നിന്ന് വൈമനസ്സുണ്ടാക്കിയിട്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല. ഒരു പെണ്ണാണ് എന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടാവുകയും ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഗുണകരമായ നിലയ്ക്ക് നിങ്ങൾ അവരോട് പെരുമാറണേ എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ തഫ്സീറിൽ ഇമാമുകൾ രേഖപ്പെടുത്തുന്നത്, ഇസ്ലാം ദീന് അനുവദിച്ച കാര്യം എന്താണോ ഒരു പെണ്ണ് ആവശ്യപ്പെടുന്നത്, ഹറാമല്ലാത്ത വിഷയങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്നാണ് ആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നതിന്റെ താല്പര്യമെന്ന് ഈ ആയത്തിൽ പറഞ്ഞ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലപാടനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും സൗഖ്യവും സന്തോഷവും കളിയാടാൻ കഴിയുന്നത്. ആ നിലക്ക് നമ്മുടെ ഇണകളോട് പെരുമാറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ സഹോദരിമാരെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും കടപ്പാടുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ വൺ വേ അല്ലല്ലോ, ഒരു ഭാഗം മാത്രമല്ലല്ലോ. നിങ്ങളുടെ കടപ്പാടുകൾ ധാരാളമാണ് നമ്മൾ മനസ്സിലാക്കണം. നിർബന്ധമായ കടപ്പാടുകൾ കുറവാണെങ്കിലും മാനുഷിക പരിഗണന അനുസരിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെന്ന് പറയുന്നവർ, അള്ളാഹുവിന് വേണ്ടി ദീനിന് പ്രവർത്തിക്കുന്ന ആളുകൾ, അതോടൊപ്പം കുടുംബത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഇഷ്ടക്കാർ, അവരൊക്കെയും അധ്വാനിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മേഖല തേടിപ്പിടിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ചു വരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടാൽ കയ്യും പിടിച്ചിങ്ങ് പോരാൻ പറയും നമ്മുടെ കൂട്ടര്. കുറച്ച് മുതലാളിമാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെയും 1000ഉം 1500ഉം ദിർഹമിനും ദീനാറിനും ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും. സുബ്ഹാനല്ലാഹ്, 16ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്തിട്ട് എത്ര അധ്വാനിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ അറിയോ? ഇത് ശ്രദ്ധിക്കേണ്ടവരാണ് നിങ്ങൾ. ഇല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നരകത്തിൽ പോകുമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രയാണോ അവർ താമസിക്കുന്നത് അത്രയും കാലം നിങ്ങളുടെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്താതെ
സുന്ദരമായ ജീവിതം തൻ്റെ ഭർത്താവിന് വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ച ഒരു ഭാര്യയായി, ഒരു ഇണയായി നമുക്ക് അംഗീകരിക്കപ്പെട്ടു പോകാൻ പറ്റുകയുള്ളൂ. ശരിയായ ഒരു പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഫസ്സാലിഹാത്തുൽ മുസല്ലിയാത്തു ഫസ്സാലിഹാത്തുസ് സ്വായിമാത്തു ഫസ്സാലിഹാത്തുൽ മുതസദ്ദിഖാത്തു. പ്രയോഗം അല്ലാഹു തആല പ്രയോഗിച്ചിട്ടില്ല. സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്. ശരിയായ ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ മർഅത്തു സ്സാലിഹത്തു കൽ ഗുറാബിൽ അഅസം. അൽ മർഅത്തു സ്സാലിഹത്തു കൽ ഗുറാബിൽ അഅസം. സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറയുന്നത് അഅസമായ കാക്കയെ പോലെയാണ്. എന്താ അഅസമായ കാക്കയുടെ പ്രത്യേകത? കൊക്കും കാലും ചുവന്ന കാക്ക. അങ്ങനെ ഒരു കാക്കനെ ദുനിയാവ് കാണുമോ? പിന്നെ അതിന് കാക്ക എന്ന് പേരുണ്ടോ? കറുത്ത തത്താണ് പിന്നെ നമ്മളെ പറയാ. യഥാർത്ഥത്തിൽ ഉണ്ടാവൽ വളരെ കുറഞ്ഞ സംഭവത്തിനാണ് അസീസത്തുൽ വുജൂദ് എന്നാ അതിന് പറയാ. വളരെ കുറഞ്ഞ ഉണ്ടാവൽ, വളരെ സാധ്യത കുറഞ്ഞ ആ വിഷയമാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്. പദം നമ്മൾ ആലോചിക്കൂ. അൽ മർഅത്തു സ്സാലിഹ. ആരാണ് സ്വാലിഹത്തായ പെണ്ണ്? ധാരാളം നിസ്കരിക്കുന്ന പെണ്ണല്ല, ധാരാളം നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണല്ല, എല്ലാ സുന്നത്ത് നോമ്പൊന്നും അനുഷ്ഠിക്കുന്ന പെണ്ണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതിൽ വരൂല. അവർ സ്വാലിഹത്തല്ല എന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിയായ ഒരു സ്വാലിഹത്തിന്റെ നിർവചനമാണ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. ഖാനിതാത്തുൻ, ഖാനിതാത്തുൻ ഐ ഹാഫിള ഐ മുതീഅത്തുൽ ലിൽ അസ്വാജ്. ഭർത്താക്കന്മാർക്ക് വഴിപ്പെടുന്ന പെണ്ണ്, ശരിക്കും ഭർത്താവിനനുസരിക്കുന്ന പെണ്ണ്. എന്താ ഈ അനുസരണം? അനുസരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബഹുമാന്യരായിരിക്കുന്ന ശംസുൽ ഉലമ കിഗനൂർ പറയാറുണ്ട്, അനുസരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ രണ്ട് വിധത്തിൽ വഴിപ്പെടുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞ വിഷയം ഒന്ന് നമ്മുടെ അഖലുമായി ബന്ധപ്പെട്ട വിഷയമാണ്, മറ്റൊന്ന് തഅബ്ബുദിയാണ്. തഅബ്ബുദി എന്ന് പറയുമ്പോൾ അല്ലാഹു തആലക്ക് ഇബാദത്തെടുക്കൽ മാത്രമാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം. എന്നാൽ തഅബ്ബുദി എന്ന് പറയുന്ന ഇനത്തിനാണ് കൂടുതൽ പ്രതിഫലമെന്ന്. അതായത് കാര്യം തിരിഞ്ഞിട്ട് ചെയ്യുന്ന അമലിനേക്കാൾ കാര്യം തിരിയാതെ ചെയ്യുന്ന അമലിനാണ് പ്രത്യേകതയും കൂലിയും കൂടുതൽ. അതുപോലെ ഒരു പെണ്ണ് വഴിപ്പെടുമ്പം ഭർത്താവ് പറയുന്ന കാര്യത്തിന് വഴിപ്പെടുന്ന സമയത്ത് ആ ഭർത്താവ് പറയുന്ന വിഷയം എന്താണ് എന്ന് ആലോചിച്ചിട്ടും അതിൻ്റെ യുക്തി മനസ്സിലാക്കിയിട്ടില്ല. അതിന് സാധാരണ കിഗനൂർ ഉദാഹരണം പറയാറുണ്ട്. ഒരു ദിവസം ഒരാൾ നട്ടുച്ച കുംഭമാസം, ചൂടുള്ള കുംഭമാസമാണ്. ആ കുംഭമാസത്തിൽ ഒരാൾ നട്ടുച്ച സമയത്ത് ജുമാക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് കണ്ടത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് ഉണങ്ങിയ കുറച്ച് ഓലയെടുത്ത് കെട്ടി ചൂട്ടാക്കിയിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആയിഷ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ആയിഷ വന്നിട്ട് പറഞ്ഞു, എന്താ? ഒന്നുമില്ല, ഈ ചൂട്ടൊന്ന് കത്തിച്ചൂട്, ഞാൻ ജുമാക്ക് പോയിട്ട് വരട്ടെ. ഉടനെ തന്നെ ആ ചൂട്ട് കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചു കൊണ്ടു കൊടുത്തു. മറ്റൊരാളുടെ ഭാര്യയോട് ഇത് പറഞ്ഞപ്പോ, നിങ്ങൾക്ക് എന്താ വരാന്താ, സുഖമില്ല നിങ്ങൾക്ക് ഈ നട്ടുച്ച സമയത്ത് ചൂട്ടം കത്തിച്ചു പോകാം? ഏതാണ് സ്വാലിഹായ കാനിത്തായ ഭാര്യ? തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നട്ടുച്ച സമയത്ത് ജുമാക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചൂട്ട് കത്തിക്കാൻ പറഞ്ഞാൽ എനിക്കവൾ വഴിപ്പെടുന്നുണ്ടോ എന്ന പരിശോധന നടത്താൻ വേണ്ടിയാണ് ആ പരീക്ഷയിൽ വിജയിച്ച പെണ്ണ് ചൂട്ട് കത്തിച്ചു കൊടുത്ത പെണ്ണ്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ പറഞ്ഞാൽ അംഗീകരിക്കൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയോട് ഇത് പറഞ്ഞാൽ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ അതാണ് ഫസ്വാലിഹാത്തു, സ്വാലിഹത്തായ പെണ്ണ്, ഖാനിതാത്തുൻ ഐ മുതിഅത്തുൽ ലിൽ അസ്വാജ്. ഭർത്താവിന് നിർബന്ധമായും വഴിപ്പെടേണ്ട വിഷയങ്ങൾക്ക് കൃത്യമായും വഴിപ്പെടുന്ന പെണ്ണാണ്. അല്ലാഹുവിന് വഴിപ്പെടുന്ന പെണ്ണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നതിന്റെ തഫ്സീറിൽ
എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകർ വളരെ വ്യക്തമായും ബോധ്യപ്പെടുത്തുന്ന വിഷയമാണ്. കാര്യം തിരിഞ്ഞതിന് വേണ്ടി മാത്രം വഴിപ്പെടുന്ന പെണ്ണല്ല സ്വാലിഹത്തായ പെണ്ണ്, അല്ലാതെയും വഴിപ്പെടുന്ന പെണ്ണാൻ. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഅതഅത് സൗജഹ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, തന്റെ ഭർത്താവിന് വഴിപ്പെടുന്ന പെണ്ണ് ആ നിലക്ക് വഴിപ്പെടുന്ന പെണ്ണിനിക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ 8 വാതിലുകൾ മലക്ക തുറന്നു വെച്ചിരിക്കുന്നു. അതിൽ കൂടെ എവിടെയും അവൾക്ക് പ്രവേശിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഒന്നാം സ്ഥാനം അല്ലാഹു തആല നൽകുന്നത് ഫസ്സാലിഹാതു ഖാനിതാത്തുൻ മുതീആത്തുൽ ലിൽ അസ്വാജ്. ഭർത്താവിന് വഴിപ്പെടുന്ന പെണ്ണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് മാത്രം കിട്ടുന്ന ആനുകൂല്യം എന്താണോ ആ ആനുകൂല്യത്തിന് വഴിപ്പെടുന്നതിനാണ് യഥാർത്ഥത്തിലുള്ള വഴിപ്പാടെന്ന് പറയുന്നത്. ആ നിലക്കെൻ്റെ സഹോദരിമാരെ, നമ്മൾ വഴിപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഒരു വേള ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഭർത്താവ് അധാർമികതയിൽ നിന്ന് ഒരുപാട് നീങ്ങി നിൽക്കും. നമ്മുടെ വഴിപ്പാട് തൻ്റെ ഭർത്താവിന് ലഭിക്കുന്നില്ല എങ്കിൽ, ഭക്ഷണവും വെച്ച് പട്ടിണി കിടക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ഭർത്താക്കന്മാരെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച മാർഗങ്ങളിലേക്ക് അവർ പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണെന്ന് മനസ്സിലാക്കണം. എയ്ഡ്സ് രോഗിയായി മാറുന്നത്, വീട്ടിൽ പോലും അംഗീകരിക്കാത്തവരായി പോകുന്നത്, വീട്ടിലേക്ക് കടത്താതെ തൻ്റെ പെറ്റുമ്മ പോലും വീട്ടിൽ നകറ്റി നിർത്തുന്ന സ്വഭാവത്തിലേക്ക് എത്തിപ്പോകുന്നത്. എൻ്റെ സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആലോചിക്കണം. നമ്മുടെ മുമ്പിൽ ഭർത്താക്കന്മാരുണ്ടാകുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇംഗിതത്തിന് വേണ്ടി, അവരുടെ താല്പര്യത്തിന് വേണ്ടി മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലൗ അലാ ലഹിരി ഖത്ബിൻ, അതൊരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിലും ശരി, തൻ്റെ ഭർത്താവ് എപ്പോഴാണോ തൻ്റെ കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ആ സമയത്ത് തൻ്റെ ഭർത്താവിന് വഴിപ്പെട്ട് കൊടുക്കലാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ കടമയെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു വീഴ്ചയും യഥാർത്ഥത്തിൽ അത് സംഭവിക്കരുത്. കൃത്യമായും തൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിന് വഴിപ്പെടുന്നവളാകണം. പക്ഷേ എല്ലാ ക്ലാസ്സിലും പോവും, എല്ലാ ഉറുദിക്കും പോവും, എല്ലാ വഅദിനും പോവും. ദീനിൻ്റെ പര്യായമാണ്, ഇസ്ലാമിൻ്റെ പര്യായമാണ്. പക്ഷേ ഭർത്താവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ അങ്ങനെ എത്ര ആളുകളുണ്ടെന്നറിയോ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കണം. ഉറുദിയും ക്ലാസും വഅദും എവിടെയാന്ന് വെച്ചാൽ പോവും, പക്ഷേ തൻ്റെ ഭർത്താവിന് വേണ്ടതുപോലെ വഴിപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്താത്ത ചുറ്റുപാട്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഈ ഇബാദത്തുകളൊന്നും അല്ലാഹു തആല അങ്ങ് സ്വീകരിക്കില്ല, ഒക്കെ അവിടെ മുടങ്ങി നിൽക്കും. ഇത് കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞ വ്യക്തമായ ഹദീസുണ്ട്. എൻ്റെ സഹോദരിമാരെ, നമ്മൾ ആലോചിക്കണം. TV പോലും വെക്കാൻ സഹായിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത പെണ്ണുങ്ങന്മാരുണ്ട്. അത്രയും ദീനിൻ്റെ ഉടമകളാണ്. പക്ഷേ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലോ വല്ലാത്ത വിഷമം തന്നെയാണ്. ഒരുപാട് മനസ്സിലാക്കിയ വിഷയത്തിലാണ് ഞാനീ പറയുന്നത്. അങ്ങനെയുള്ള ചില ആളുകൾക്ക് ഒരു ഹിസ്റ്റീരിയ ഉണ്ട്. എന്താ ഹിസ്റ്റീരിയ എന്നറിയോ? അത് വ്യാപകമായി നമ്മുടെ പ്രദേശങ്ങളിലൊന്നും ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഒരു സംശയാലുവായി നിൽക്കുന്ന ഒരു സ്വഭാവം. പെണ്ണുങ്ങന്മാർക്ക് തൻ്റെ ഭർത്താക്കന്മാരെ സംശയം തിരിച്ചു വളരെ കുറവാണ്. എൻ്റെ സഹോദരിമാരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ സംശയിച്ചത് കൊണ്ട് യാതൊരു കാര്യവും നിങ്ങൾക്കും ഒരു നേട്ടവും നിങ്ങൾക്ക് കിട്ടൂല. പൂവൻ കോയിൻ ആരെങ്കിലും പിടിച്ചു മൂടാറുണ്ടോ? സാധാരണ ഇല്ലല്ലോ. അങ്ങനെ ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. ഞങ്ങളുടെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവും അവരും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തണം. ഇല്ലെങ്കിൽ കുടുംബം നശിച്ചു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാളത്തെ ഞാൻ ചന്ദ്രികയിൽ ഒരു ചെറിയ ഒരു ശബ്ദത്തിൽ ഒരു രസകരമായ ഒരു സംഭവം വായിച്ചു. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു 25 കിലോമീറ്റർ ദൂരെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥലത്തേക്ക് പോകും.
തിരിച്ചും 25 കിലോമീറ്റർ തിരിച്ചു വരാനുണ്ട്. അങ്ങനെ യാത്ര ചെയ്തൊരു ദിവസം തിരിച്ചു വരുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചു പോയത് കൊണ്ട് അദ്ദേഹം അല്പനേരം അവിടെ കാത്തിരിക്കേണ്ടി വന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, 2-3 ട്രെയിൻ ഒന്നിച്ച് പോകുന്ന സമയമാണിപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ഒരു 2 കിലോമീറ്റർ ദൂരെ ഓടിയാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ക്ഷീണിച്ച് പരവശനായ സമയം നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്താം. ഇത് പറഞ്ഞപ്പോൾ സ്റ്റിയറിങ്ങിന്റെ മുകളിൽ അദ്ദേഹം കമിഴ്ന്നങ്ങ് വീണു. എന്ത് സംഭവിച്ചു പടച്ചോനെ എന്ന് ഇദ്ദേഹം ആലോചിച്ചു പോയി. അല്പനേരം കഴിഞ്ഞിട്ട് തല ഉയർത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ എൻ്റെ ഗതികേട് ഓർത്തുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ വന്നിട്ട് മീറ്റർ നമ്പർ കുറിച്ചിടും, ഇത്ര നമ്പർ. എനിക്ക് ഓടാനുള്ളത് 50 കിലോമീറ്ററാണ്. 52 കിലോമീറ്റർ ഞാൻ ഓടിയിട്ട് വീട്ടിലേക്ക് ചെന്നാൽ എന്നോട് ചോദിക്കും, ഈ 2 കിലോമീറ്റർ എവിടെയാ ഓടിയത്, ഇപ്പൊ പറയണമെന്ന്. അത് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയൂല. മണിക്കൂർ 5 കഴിഞ്ഞാലും ഞാനിവിടെ കിടക്കാന്നല്ലാതെ ഒരു നിർവാഹമില്ല. ഇത് ബുദ്ധിമുട്ടല്ലേ? ഗൾഫ് ഉപേക്ഷിച്ച ആളുകൾ എത്ര ഉണ്ടെന്നറിയോ? ആ സംശയാലുക്കളായ ഭാര്യമാരുടെ പ്രയാസങ്ങളെ കൊണ്ട്. ഇതൊക്കെയും നമ്മൾ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റേണ്ട സ്വഭാവങ്ങളാണ്. തൻ്റെ ഭർത്താവിനെ അത്തരം ചൊടിപ്പിക്കുന്ന അതല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടായാൽ എൻ്റെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കൂ, കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത് ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, വറവൽ ഹാക്കിം വസഹഹഹു, ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്നംറഅതൻ ഖാലത്ത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന ബിന അമ്മി ഫുലാനൻ യഖ്തിബുനി യാ റസൂലല്ലാഹ്, എന്റെ എളാപ്പാന്റെ ഇന്നാലിന്റെ എളാപ്പാന്റെ ഒരു മകൻ എനിക്ക് കെട്ടു പറയുന്നു അല്ലാഹുവിന്റെ നബിയേ. എന്റെ ശാരീരികമായ പ്രകൃതം അവനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ തറവാടും അവന്റെ തറവാടും ഒന്ന് തന്നെയാണ്, എല്ലാം കൊണ്ട് ഞങ്ങൾ ഒന്നാണ്, എനിക്ക് കെട്ടു പറയുന്നു അല്ലാഹുവിന്റെ നബിയേ. ഇനി എന്റെ ബാപ്പായിലേക്ക് വിവരമെത്തിയാൽ നിക്കാഹ് കഴിഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഇതാ വരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഅഖ്ബിർനി മാ ഹഖ്ഖുസ് സൗജി അലാ സൗജ, ഭാര്യയാകുന്ന ഒരു പെണ്ണിന്റെ മേലിൽ ഭാരമായി നിൽക്കുന്ന കടപ്പാടുകൾ എന്താണ് അല്ലാഹുവിന്റെ നബിയേ, അതെനിക്ക് പറഞ്ഞു തരണമെന്ന് ഈ സഹോദരി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് സഹോദരി പറയാ, ഇൻകാന ശയ്യൻ ഉതീഖുഹു, എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തസവ്വജ്തുഹു യാ റസൂലല്ലാഹ്, ഞാൻ അവനിക്ക് വിവാഹിതനാകും അല്ലാഹുവിന്റെ നബിയേ. ഇല്ലെങ്കിലോ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖാല ഇന്ന മിൻ ഹഖ്ഖിഹി അല്ലൗ സാല മുൻ ഖുറാഹു ദമൻ വകൈഹാ ഫലഹിസതു ബിലിസാനിഹാ മാ അദ്ദത് ഹഖ്ഖഹു ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയവണ്ണേ, ഒരു പെണ്ണൊരു ഭർത്താവിനെ ഏറ്റെടുത്താൽ ആ ഭർത്താവിന്റെ ചെരുപ്പടിക്കാലു മുതൽ തലയോട്ടി വരെ മൂർധാവ് വരെ വ്രണമായി പഴുത്തിട്ട് ചെഞ്ചലവും ചോരച്ചലവും നിർഗളിക്കുകയാണ്. ആ രക്തവും ചലവും തന്റെ പെണ്ണിന്റെ നാക്ക് കൊണ്ട് നക്കിയാറ്റി വൃത്തിയാക്കിയാൽ അവർക്ക് അവൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത പൂർത്തിയാവും എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗ കാന യംബഗി അൻ യസ്ജുദ ലിബശരിൻ ലഅമർതു ഇംറഅതൻ അൻ തസ്ജുദ ലിസൗജിഹാ ഇദാ ദഖല അലൈഹാ ബിമാ ഫളലല്ലാഹു അലൈഹാ. ലൗ കാന യംബഗി അൻ യസ്ജുദ ലിഅഹദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിക്ക് സുജൂദ് ചെയ്യൽ പറ്റിയ പണിയായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത, ഒരു പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അന്തസ്തുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ. ഇദാ ദഖല അലൈഹാ, വീട്ടിലേക്ക് തൻ്റെ കയ്യിൽ നിറയെ സാധനവുമായിട്ട് പിടിച്ചിട്ട് വരുന്ന കൈ നീർക്കാൻ പറ്റുന്നില്ല, പ്ലാസ്റ്റിക്കിന്റെ കെട്ട് പിടിച്ചിട്ട് കൈ അങ്ങോട്ട് നീർക്കാൻ പറ്റുന്നില്ല, നടന്നു വരിക, ഗ്രിൽസിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തിയിട്ട് ആ ബെല്ലൊന്നടിച്ചാൽ സുജൂദ് ചെയ്യണ്ടെന്ന് പഠിച്ചോനെ അല്ലേ? സുജൂദ് ചെയ്യണ്ട, ഒന്ന് വന്ന് നോക്കിയിട്ട് ഇത് ഇവിടുത്തെ ആളല്ലേ എന്ന് മനസ്സിലാക്കി തിരിച്ചങ്ങ് എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രിൽസ് തുറക്കുക. തുറന്നാൽ ആ സാധനം നമ്മുടെ കയ്യിൽ പിടിച്ചെടുത്ത് തന്നെ സ്റ്റോർ റൂമിൽ നമ്മൾ കൊണ്ടാക്കണം. ഇതൊന്ന് വാങ്ങൂ, ഒന്ന് ആലോചിച്ച് നോക്ക് പെണ്ണുങ്ങളെങ്ങൾ.
എന്നിട്ട് നമ്മൾ തിരിച്ച് വേഗം അങ്ങാടി പോയാൽ പറയൂ ആ കെട്ടിലുള്ള സാധനം എന്താ അത് നോക്കാൻ വരെ ഇവർക്ക് കഴിയുമോ? എന്നാൽ വാങ്ങിച്ചത് പിന്നെയും വിളിച്ചു പറയും വെളിച്ചെണ്ണില്ലേ ഇവിടെ, അഞ്ഞ് കെട്ടൊന്ന് നോക്കിക്കോ എന്ന് ചോദിച്ചാൽ അപ്പോഴൊന്ന് നോക്കാല്ലേ. എൻ്റെ സഹോദരിമാരെ, യഥാർത്ഥത്തിൽ ഒരു ഭർത്താവിനോട് ഇഷ്ടമുള്ള പെണ്ണാണെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗിൽസിൻ്റെ അടുക്കൽ നിന്നിട്ട് കണ്ണ് മറയോളം നോക്കും. അല്ലാ പഠിച്ചവനെ എപ്പാടി തിരിച്ചു വരിക റഹ്മാനായ റബ്ബ്. ഇപ്പം ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഇദ്ധരിക്കണോ വേണ്ടോ എന്ന് സംശയത്തിലായി ഇപ്പം പെണ്ണുങ്ങന്മാർ. ഭർത്താവിനോടുള്ള സ്നേഹക്കുറവ് തന്നെയാണത്. ഇദ്ധയിരിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്ന ആ സ്നേഹമതിയായിരിക്കുന്ന പെണ്ണ് ഒരാൾ മരിച്ചാൽ 3 ദിവസത്തിലേറെ സങ്കടപ്പെടൽ ഹറാമാണെന്ന് നിശ്ചയിച്ച മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പ്രഖ്യാപനമായി നമ്മളോട് പറയുന്നത്, ഒരു ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ചടങ്ങിരിക്കണം. സുഗന്ധം ഉപയോഗിക്കരുത്, പുതുവസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ സൗന്ദര്യം ഉളവാക്കുന്ന ഒരു വസ്തുവും തന്നെ. ഇനി എനിക്കെന്തിന് ആഭരണം, ഇനി എനിക്കെന്തിന് പുതുവസ്ത്രം, ഇനി എനിക്കെന്തിന് തലയിൽ എണ്ണ, എൻ്റെ എല്ലാമായ ഭർത്താവ് പോയല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭർത്താവ് മരിക്കുമ്പോൾ ഇപ്പം വിളിച്ച് ചോദിക്കുന്നത് 40 ദിവസം ഇരുന്നാ മയ്യോ തങ്ങളെ. എവിടെയാ ചോദ്യം? യഥാർത്ഥത്തിൽ ഇതൊക്കെയും ഒരു ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ, താല്പര്യത്തിന്റെ, ഇഷ്ടത്തിന്റെ, മവദ്ധത്തിന്റെ കുറവാണ്. എൻ്റെ സഹോദരിമാരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹോദരിയോട് ഈ വിധം കടപ്പാടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, വല്ലദീ ബഅസക ബിൽ ഹഖ് യാ റസൂലല്ലാഹ്, സത്യധീരുമായി തങ്ങളെ നിയോഗിച്ച പടച്ചവനെ തന്നെയാണ്. ലാ തസവ്വജു മാ ബഖീതു ഫിദ്ദുനിയാ, വിധവയായി കഴിയുകയല്ലാതെ എനിക്ക് ഭർത്താവിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് എൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ പൂർത്തീകരിച്ച് ജീവിക്കാനും റബ്ബിന്റെ സ്വർഗം സമ്പാദിക്കാനും സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ആ സഹോദരി പറഞ്ഞെങ്കിൽ, പഠിച്ചോനെ എൻ്റെ അടുത്ത പെണ്ണുങ്ങൾ ഇത് കേട്ടിട്ട് ഇപ്പം പൊരേന്ന് പോയിടോളിന്നാ. അത്തിര ഈമാനിന്റെ ആവശ്യമുള്ള സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പെണ്ണിനോട് കൃത്യമായി പറഞ്ഞ സംഭവങ്ങളാണെങ്കിൽ, എൻ്റെ സഹോദരിമാരെ, ഒത്താ ഒലക്കേമലും കിടക്കാന്ന് പറഞ്ഞതുപോലെ 2 വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരുന്നാൽ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്ന വാഹനം, അതിൻ്റെ ഫ്രണ്ട് വീലുകളാണ് ഇണകളെന്ന് പറയുന്ന ഭാര്യയും ഭർത്താവും. അത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധ്യമല്ല. പിന്നെ ഭർത്താവിനനുസരിക്കാതെ നമ്മൾ എന്ത് ഇബാദത്ത് എടുത്തിട്ടും കാര്യവുമില്ല. അതുകൊണ്ട് ഇബാദത്ത് നിർത്തിവെക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചെയ്യേണ്ടത് ചെയ്തോളൂ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവിന് വഴിപ്പെട്ട പെണ്ണിന് ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 വിഭാഗം ആളുകൾ, ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ, 3 വിഭാഗം ആളുകൾ അവരുടെ നിസ്കാരത്തെ അല്ലാഹു തആല തലക്ക് മീതെ ഉയർത്തുകയില്ല. ശിബ്റ, 1 ചാൺ ഉയരത്തിൽ അല്ലാഹു തആല ഉയർത്തൂല, ആകാശത്തേക്ക് ഉയർത്തൂല. ഇലസ്സമാ എന്ന് തന്നെ വ്യക്തമായും മറ്റൊരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരത്തെ ഉയർത്തിയില്ലെങ്കിലോ ബാക്കിയൊക്കെ അവിടെ നിൽക്കൂലേ. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലവാത്തുൽ ഖംസ്, അവ്വലു മാ യുർഫഉ മിൻ അമലിഹി അസ്സലവാത്തുൽ ഖംസ്. ഒരു മനുഷ്യൻ ചെയ്ത പ്രവർത്തനത്തിൽ ഏറ്റവും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അവന്റെ നിസ്കാരമാണ്. ആ നിസ്കാരം ഉയർന്നാലല്ലാതെ ബാക്കി ഒരൊറ്റ അമലുകളെയും അല്ലാഹു തആല ഉയർത്തൂല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, 3 വിഭാഗം ആളുകൾ, ലാ തുർഫഉ സ്വലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റാ, 1 ചാൺ ഉയരത്തിൽ അല്ലാഹു തആല അവരുടെ നിസ്കാരമോ അവന്റെ നോമ്പോ അവന്റെ വഅദ് കേൾക്കലോ അവരുടെ ഉറുദി കേൾക്കലോ അവരുടെ സദഖയോ ഇതൊന്നും അല്ലാഹു തആല അങ്ങ് കബൂലാക്കില്ല. അല്ലാഹു തആല വാനലോകത്തിന്റെ അപ്പുറത്തേക്ക് ഉയർത്തുകയില്ല. 1 ചാൺ ഉയരത്തിൽ അല്ലാഹു തആല കൊണ്ടുപോവുകയില്ല. വഅദ്ദ മിൻഹും ഇംറഅ, ആ 3 കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിരിക്കുന്നത് ഒരു പെണ്ണിനെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഏതാ പെണ്ണെന്നറിയുമോ? ബാതത്, അവൾ തന്റെ ഭർത്താവിനോടൊപ്പം രാപ്പാർത്തിരിക്കുകയാണ്. വസൗജുഹാ സാഖിത്തുൻ അൻഹാ, തന്റെ ഭർത്താവിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം ലഭിക്കാത്തതിന്റെ പേരിൽ നേരം വെളുക്കുന്നത് വരെ മനസ്സ് നിരാശയായി കിടന്നിട്ട് ഉറക്ക് വരാതെ
മുരണ്ടും മൂളിയും നേരം വെളുപ്പിച്ച ഭർത്താവാണെങ്കിൽ നീ അന്ന് ചെയ്ത ഒരൊറ്റ അമലും അല്ലാഹു തആല അവനിലേക്ക് ഉയർത്തുകയില്ലെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു തആല കൽപ്പിച്ച കൽപ്പനയിൽ ഏറ്റവും മുഖ്യമായ ഘടകം ഫസ്വാലിഹാതു ഖാനിതാത്തുൻ, ഭർത്താവിന് വഴിപ്പെടുന്ന പെണ്ണാണ് ഏറ്റവും ഉൽക്കൃഷ്ടയായ ഖൈറായ സ്വാലിഹത്തായ പെണ്ണെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായും ബോധ്യപ്പെടുത്തുകയാണ്. ശരിക്കും അല്ലാഹു തആല പറഞ്ഞതുപോലെ ഭർത്താവിന് വഴിപ്പെടുന്ന പെണ്ണാണെങ്കിലോ രക്ഷപ്പെടാൻ വേറൊന്നും വേണ്ട. 5 നേരത്തെ നിസ്കാരം നിസ്കരിച്ച് കൊല്ലത്തിലൊരിക്കൽ വരുന്ന ഒരു മാസത്തെ നോമ്പുന്നായിട്ട് കൃത്യമായി തൻ്റെ ഭർത്താവിന് വഴിപ്പെടുകയും തൻ്റെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ വീടൊഴിഞ്ഞു കൊടുക്കുകയും തൻ്റെ വിരിപ്പേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രൂപമാകുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞു നിന്നാൽ ഖീലലഹ, ആ പെണ്ണിനോട് വിളിച്ച് റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് വിളിയാളം വരുന്നത് ഉദ്ഖുലി, നീ കടന്നോളൂ നിന്റെ സ്വർഗത്തിലേക്ക് എന്ന. വേറെ ഒരു സംഗതിയും വേണ്ട എൻ്റെ സഹോദരിമാരെ. ഈ 4 കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതിൽ ഏറ്റവും പ്രയാസകരമായത് നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ചെയ്യുന്ന വഴിപ്പാടാണ്, അതിൽ വീഴ്ച വരുത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. യസ്തഗ്ഫിറു ലിൽ മർഅത്തിൽ മുതീഅത്തിൽ സൗജിഹാ, ഭർത്താവിന് വഴിപ്പെടുന്ന പെണ്ണിന് ഇസ്തിഗ്ഫാർ ചെയ്യും. പടച്ചോനെ നീ ആ പെണ്ണിന് പുറത്തു കൊടുക്കണേ എന്ന് പറയും. ആര്? അൽ മലായികത്തു ഫിസ്സമാ, ആകാശ ലോകത്ത് സ്ഥിതി ചെയ്യുന്ന കോടാനുകോടി മലായിക്കത്തുകൾ ആ പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ ഭാഗത്തിലൂടെ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വതൈറാനു ഫിസ്സമാ, അന്തരീക്ഷത്തിലൂടെ കളകള ശബ്ദമുണ്ടാക്കി പാറിപ്പറക്കുന്ന പറവകൾ, അവർ കളകള പാടുന്നത് ശബ്ദമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇസ്തിഗ്ഫാറാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വൽ ഹീതാനു ഫിൽ മാ, ഊളയിട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിൽ. ഇതൊക്കെയും ഈ സൃഷ്ടിജാലങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയാ, ഒരു ഭർത്താവിന് വേണ്ടതുപോലെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യും. വശംസു വൽ ഖമർ, സൂര്യ നക്ഷത്ര ചന്ദ്രാദി ഗോളങ്ങൾ ആ പെണ്ണിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. ഈ വിധത്തിൽ ഇസ്തിഗ്ഫാർ ഏറ്റെടുക്കും വിധം തൻ്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട്, അതുപോലെ ഭാര്യയിൽ നിന്ന് നമുക്ക് സഹിക്കാൻ കഴിയുന്നതും അല്ലാത്തതും സഹിച്ചുകൊണ്ട് കൃത്യമായി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോയാൽ നമ്മുടെ മക്കൾ അത് കണ്ടു പഠിക്കുകയും ചെയ്യുമ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ മക്കളുടെ ആ ഒരു രൂപത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രതീക്ഷ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെയും അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായുടെയും ജീവിത ചരിത്രം നമ്മളൊന്ന് വായിച്ചാൽ സുന്ദരമായ, അവസാനം പിരിയുന്ന സമയത്ത് പോലും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളെ, ഖബർ ഷരീഫിന്റെ അടുക്കൽ ചെന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബ് സങ്കടപ്പെട്ടപ്പോ സങ്കടപ്പെടരുത് എന്ന് തിരിച്ചറിയിച്ച വിവരങ്ങൾ എൻ്റെ സഹോദരങ്ങളെ സ്വഹീഹായ കഥകളിലും ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ രൂപത്തിൽ സ്നേഹ സമ്പന്നരായി നമ്മുടെ മക്കൾക്ക് പോലും മാതൃകാ പുരുഷനും സ്ത്രീയുമായി നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിച്ചുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നാം ഈ പറഞ്ഞതും കേട്ടതും അവൻ സ്വീകരിക്കുന്ന ഒരു അമലാക്കി തരുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.